രാമായണത്തിൽ എന്താ കാണുന്നത്? ശൂർപ്പണഖയുടെതെല്ലാം കണ്ടു. ശൂർപ്പണഖ എന്താ പറയാ പോയി രാവണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാട്ടിലെ ഒരു അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണ പോലെ രാവണൻ വിചാരിക്കാൻ എത്ര സ്നേഹമുള്ള സഹോദരി, കാട്ടിലൊരു സുന്ദരിയെ കണ്ട ഉടനെ തന്റെ ജ്യേഷ്ഠന് കൊണ്ട് കൊടുക്കാന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹോദരി. ഇനി ഇതിനപ്പുറം എന്താണ്? അതിന് തടസ്സമായിട്ട് നിന്ന ലക്ഷ്മണകുമാരനാണ് ഇവൾക്ക് അംഗവിച്ഛേദം നടത്തി ഇവളെ വിരൂപയാക്കിയെന്ന് പറഞ്ഞ് രാമൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്. മാത്രമല്ല മൂല കാരണമായിട്ട് രാമന്റെ ഉള്ളിലും സീതയുടെ പണ്ട് ശൈവചാപം കൊലയ്ക്കാൻ ചെന്നപ്പോൾ അവിടെ തോറ്റു പിന്മടങ്ങിയ ഒരു ചരിത്രവും സീതയോടുള്ള ഒരു എന്ത് സൗന്ദര്യ വസ്തുക്കളോടും രാക്ഷസീയം എന്ന് പറയുന്ന ഒരു പ്രവണത, അതിനോടൊരു ആകർഷണം, ഒരു അഭിനിവേശം, അത് തനിക്ക് സ്വന്തമാകണം. സ്വന്തമായില്ലെങ്കിൽ അതിനോട് അത് കിട്ടുന്നവരെ ക്രോധം കഴിഞ്ഞിട്ട് എന്താ അവരെ നശിപ്പിക്കുക. ഇതാണ് രാക്ഷസീയ സ്വഭാവം. എന്ത് കണ്ടാലും അതൊന്ന് ആസ്വദിക്കുക, നല്ലതാണെന്ന് പറയാം. മനസ്സ് ദേവിയുടെ സൗന്ദര്യം നമ്മൾ കാണണില്ലേ? ദേവിയുടെ ഓരോ ആ പാദങ്ങളുടെ സൗന്ദര്യം ഒരു ജന്മം തന്നെ കാണാനുണ്ട്. അതുകൊണ്ട് എന്താ അപ്പൊ നമുക്ക് ചെയ്യാം, നമുക്കിത് സ്വന്തമാക്കണം, ഈ പാദം എനിക്ക് വേണം, അവിടെ നമുക്ക് ചെയ്യാം. അതായത് ഈശ്വരനാണ്, ആ ഈശ്വരീയ ശക്തിയെ നമുക്ക് കൊണ്ടുവരാം. അതുപോലെയാണോ ഈ പറഞ്ഞ കാണുന്ന മനുഷ്യരെ എല്ലാം നമുക്ക് ആ ഇഷ്ട വസ്തുക്കളാവട്ടെ, ഹർമ്മ്യങ്ങളാവട്ടെ, കാറുകളാകട്ടെ, നമ്മൾ എന്താ ഇതിന്റെ പിറകെ പായുന്നത്? ഇഷ്ടം വന്നാൽ ഉടനെ അത് എനിക്ക് വേണം, അത് എന്റെ സ്വന്തമാക്കണം. ഈ പ്രകൃതിയില് ഈ നമ്മൾ കാണുന്ന സൗന്ദര്യ വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞ പ്രകൃതി സൗന്ദര്യം, ഈ കടലിന്റെ സൗന്ദര്യം, ഒരു വിരിയുന്ന പൂവിന്റെ സൗന്ദര്യം, ഈ പറഞ്ഞ ആ ഒരു മന്ദമാരുതന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യം തുളുമ്പി നിൽക്കുകയാണ്. സൂര്യചന്ദ്രന്മാര് എവിടെ നോക്കിയാലും സൗന്ദര്യമുണ്ട്. നമ്മുടെ മനസ്സാകുന്ന ആ ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 7 നിറങ്ങളുള്ള മനസ്സാണ് അവിടെ. പല നിറങ്ങളിൽ കൂടെ നോക്കുമ്പോൾ പച്ചയായിട്ട് കാണുന്നു, മഞ്ഞയായിട്ട് കാണുന്നു. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പ്രകൃതിയെ കാണുന്നു. അതുപോലെ തന്നെ ഈ വസ്തുക്കളെല്ലാം തന്നെ ആ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം സൗന്ദര്യമുള്ളതാണ്. അവിടെ സൗന്ദര്യം ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ മനസ്സ് അതിനെ എന്താ പറയാ ഗ്രഡേഷൻ നടത്തണം, നല്ലത് ചീത്ത എന്നൊക്കെ. അപ്പോ ഈ രാക്ഷസീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉടനെ അത് വേണം, നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ശൂർപ്പണഖ. അവൾക്ക് കണ്ടു, രാമപാദം കണ്ടു, ഈ രാമനെ ഇഷ്ടപ്പെട്ടു, ഉടനെ രാമനെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ലക്ഷ്മണനെ കല്യാണം കഴിക്കണം. അതിന് ധർമ്മമാണോ അധർമ്മമാണോ ഞാൻ ചെയ്യുന്ന, എന്റെ വിചാരം ശരിയാണോ എന്ന് അവർക്ക് ബുദ്ധിയില്ല. അവര് മനസ്സിന്, അതാണ് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് രാക്ഷസീയ സ്വഭാവമുള്ളവര്. അപ്പോ ചെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ പറഞ്ഞ കരദൂഷണന്മാര് ത്രിശിരസൊക്കെ പറഞ്ഞ 14,000 പടയാളിയോടുകൂടി നഷ്ടപ്പെട്ടു പോയി. അവരെല്ലാം മരിച്ചുപോയി. ഇതെല്ലാം ഇവരെ സമീപിച്ചിട്ട് കാര്യം നടന്നില്ല എന്ന് കണ്ടപ്പോ തന്റെ സ്വന്തം ലങ്കയിൽ ചെന്ന് സ്വന്തം ജ്യേഷ്ഠനെ അഭയം പ്രാപിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ രാവണന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവിടെ കാമമോഹിതനായി. നമ്മൾ കണ്ടു, ആദ്യ കാവ്യം തുടങ്ങുന്നത് കാമമോഹിതമാണ്. അതുപോലെ ഏത് പക്ഷിയെ അമ്പെയ്ത് കൊന്നു കാമത്തിന്റെ പേരിൽ, അവിടെ അതേപോലെ ഒരു അടുത്ത ചരിത്രം തുടങ്ങാനായിട്ടതാ നമ്മുടെ രാവണൻ പുറപ്പെടുകയാണ്. എന്താ? എങ്ങനെയെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്തും, ഏത് നീച പ്രവൃത്തി ചെയ്തും, ഭീഷണിപ്പെടുത്തിയും, എന്താ പറയാ കാല് പിടിച്ചും, എങ്ങനെയാണെങ്കിലും കാര്യം നടത്താൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ നമ്മുടെ മാരീചന്റെ ആശ്രമത്തിൽ എത്തിച്ച്, ആ മാരീചൻ എന്ന് പറയുന്ന രാക്ഷസൻ ഇപ്പൊ താമസിക്കുന്നത് ഒരു ആശ്രമത്തിലാണ്. ശ്രമമില്ലാത്ത സ്ഥലം, സന്തോഷമായിട്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ സുബാഹുവിന്റെ കൂടെ വന്ന മാരീചൻ രാമബാണമേറ്റ് സമുദ്രത്തിൽ നിന്ന് നീന്തി കയറിയെന്നും അവിടുന്ന് അദ്ദേഹത്തിന് മാറ്റം വന്നുവെന്നും ആ സദ്ദർശനം കൊണ്ട് തന്നെ, രാമന്റെ ദർശനം കൊണ്ടും ബാണം തന്റെ ശരീരത്തിൽ പതിച്ചതുകൊണ്ടും ആ മനസ്സിന് മാറ്റം വന്ന് അദ്ദേഹം എന്തായി തീർന്നു? ഒരു പർണശാല കെട്ടി മുനിയായി തീർന്നു. അപ്പൊ അവിടെ വന്നിട്ട് എന്താ? കാമമോഹിതനായിട്ടുള്ള നമ്മുടെ രാവണൻ പറയുകയാണ്, അല്ലയോ മാരീച, നീ എന്റെ അമ്മാവനൊക്കെ തന്നെ, പക്ഷെ ഞാൻ പറയണ നീ കേൾക്ക. ആദ്യം റിക്വസ്റ്റ് ചെയ്യാണ്, നീ എന്ത് ചെയ്യണം? ഒരു പൊന്മാനായിട്ട് പോയിട്ട് ആശ്രമ പരിസരത്ത് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് സീത മോഹിതയായിട്ട് വരും. അപ്പോഴ് എന്ത് ചെയ്യണം? നീ രാമനെ ആശ്രമത്തിൽ നിന്ന് അകറ്റണം. എന്താണോ നമ്മുടെ പിടിവള്ളി, നമ്മുടെ ഈശ്വരീയ ഭാവം, നമ്മുടെ ആ സദ്ഗുണം, അതിനെ മാറ്റാനാണ് ആദ്യം തന്നെ കാമമോഹിതമായിട്ടുള്ള ഒരു രാക്ഷസന്റെ ആഗ്രഹം. നോക്കൂ, ആ സത്തില് പിടിച്ചു നിൽക്കുമ്പോൾ ദേവിയുടെ പാദപത്മങ്ങൾ സദാ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോ ഒരു രാക്ഷസന്മാർക്കും നമ്മളെ പിടിക്കാനോ അവർക്ക് എന്താ പറയുക അപഹരിച്ചു കൊണ്ടുപോകാനോ പറ്റില്ല. മനസ്സ് എവിടെ നിർത്തണം? ആ സത്തില് നിർത്തണം, ആ സദ്ഗുണത്തിൽ നിർത്തണം, അമ്മയിൽ നിർത്തണം. അവിടെ അമ്മയുടെ പാദപത്മങ്ങളെ പേടിക്കാത്ത ഒരു രാക്ഷസ ശക്തികളും ഈ സൃഷ്ട പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ടാണ് രാമനെ അകറ്റിയാലേ മായാ സീതയെ പിടിക്കാൻ പറ്റൂ. നന്നായിട്ട് അറിയാം,
എന്താ രാമനുള്ളപ്പം പിടിക്കാൻ പറ്റാത്തത്? രാമൻ പ്രൊട്ടക്ഷൻ ആണ്, കവചമാണ്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സ് തളരാതെ നമുക്ക് തെറ്റുകളിൽ നിന്ന് നമ്മളെ അധർമ്മം ചെയ്യാതെ നമ്മളെ അതിൽ നിന്ന് മാറ്റുന്ന ഏകമായിട്ടുള്ള ശക്തി രാമതത്വമാണ്. അത് ഈ പറഞ്ഞ രാവണൻ അറിയാം. അതുകൊണ്ട് എന്താ ആദ്യം വേണ്ടത്? രാമനെ അകറ്റണം, കൂടെ ലക്ഷ്മണനെയും. ഈ രണ്ട് ശക്തികൾ നിന്നാല് ഒരിക്കലും ആ സീതയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ പറഞ്ഞ രാക്ഷസന് പോലും അറിയാം. അപ്പോ ചെന്ന മാരീചന്റെ അടുത്ത് പറയണു, ഒരു സ്വർണ്ണമാനായിട്ട് വേഷമിട്ട് പഞ്ചവടിയിലെ സീതയെ മോഹിപ്പിക്കാൻ എത്തണം എന്ന്. അപ്പോ നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു സ്വർണ്ണമാനായിട്ട് വരുന്ന? ഈ പറഞ്ഞ മാരീചൻ ആദ്യം സമ്മതിക്കുന്നില്ല. നിനക്ക് രാമനെ അറിയില്ല, നിന്റെ അവസാനം എത്തി, ഇനി നിന്റെ രാജ്യം നഷ്ടപ്പെടാൻ പോണു, രാവണ നീതിന്ന് പിന്മാറുന്നൊക്കെ മാരീചൻ പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു, പറ്റില്ല. കാമമോഹിതനായി കഴിഞ്ഞാല്, മരണം അടുത്തു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കില്ല. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയും ഒരു പിടിവാശി, അവന് സർവനാശം വന്നു കഴിയാതെ അവരെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് അവരതിൽ ഉറച്ചു നിൽക്കും. ബിക്കോസ് അവർക്ക് സമയമെത്തി. ആ ഒരു കാലനേമിയുടെ കഥ തന്നെ പറയുന്നുണ്ട്. ആ കാലപാശം എത്താൻ സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ബുദ്ധി അതിൽ നല്ലതൊന്നും പറഞ്ഞാൽ കയറില്ല. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ചന്ദ്രഹാസം വെച്ച് ഈ മാരീചനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് മാരീചൻ ഈൽഡ് ചെയ്യാണ്, സമ്മതിക്കുകയാണ് ഒരു സ്വർണ്ണമാനായിട്ട് പോവാന്ന്. എന്തായാലും മരിക്കും, ഷുവറാണ്. അപ്പോ രാമ ശരം കൊണ്ട് മരിച്ചാൽ പുണ്യം കിട്ടും. ഈ ഒരു മഹാപാപിയായിട്ടുള്ള രാവണന്റെ കൈ കൊണ്ട് മരിച്ചാല് എനിക്കിനി ജന്മം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരു ഡിസിഷൻ എടുത്തു. ആര്? നമ്മുടെ മാരീചൻ. എന്താണ്? ഒരു മാനായിട്ട് പോവാം. അങ്ങനെ മാരീചൻ സ്വർണ്ണമാനിന്റെ വേഷമിട്ട് പഞ്ചവടിയിലെ സീതയെ മോഹിപ്പിക്കാൻ എത്തുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് സാധകർക്ക് എടുക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചു പോവാം. സ്വർണം അഥവാ കാഞ്ചനം എപ്പോഴും നമുക്ക് മോഹത്തെ ജനിപ്പിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹം എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത് നല്ല ഈ പറഞ്ഞ വെള്ളിയാവട്ടെ, ബ്രോൺസോ, ഏത് മെറ്റലിലായാലും സ്വർണത്തിന് ഒരു പ്രകാശമുണ്ട്, ഒരു തിളക്കമുണ്ട്, ഇല്ലേ? എവിടെ ഇരുന്നാലും അത് തിളങ്ങും. ഏത് ഇരുട്ടിൽ വെച്ചാലും സ്വർണത്തിനൊരു പ്രഭയുണ്ട്, അതിൻ്റെതായിട്ടുള്ള. ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന, ഈ ഭൂമിയാകുന്ന ഈ മണ്ണിന്റെ അടിയിലാണ് സ്വർണം കിടക്കുന്നത്. ഒരുപാട് നമ്മൾ കുഴിച്ചു പോകണം സ്വർണത്തെ കാണാൻ. ചാർക്കോൾ പോലെ, കൽക്കരി, ആ ഒരു അതിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാക്കുന്ന പോലെ ഈ സ്വർണം എന്ന് പറയുന്ന മണ്ണുമായിട്ട് ചേർന്ന് അഴുക്ക് പിടിച്ച ഒരു രീതിയിൽ, അതൊരു വളരെ ക്രൂഡ് ഫോമില് ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ശുദ്ധീകരിച്ചാണ് നമ്മൾ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. ഒരുപാട് അതിലിരിക്കുന്ന അഴുക്കുകൾ നമ്മൾ ഉരുക്കി അതിന്റെ അഴുക്കുകൾ കളയണം. ഇന്നിപ്പോ നമ്മൾ അതിനകത്ത് 916 എന്നൊക്കെ പറയുന്നത് പണ്ട് ലോഹങ്ങൾ ചേർക്കുമായിരുന്നു ആഭരണത്തിന്. ശരിക്കുള്ള തങ്കം എന്ന് പറയുന്ന ഫോം തൊട്ടാൽ ഒടിഞ്ഞു പോകും, അതിനെ വളയ്ക്കാൻ പറ്റില്ല, ഓരോ മോഡലുകൾ ആക്കാൻ പറ്റില്ല. ഇന്ന് മാലയും വളയും മോതിരവും ഒക്കെ നമുക്ക് കാണാം. പല ഫാഷനിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൽ വേറെ ലോഹം കൂടെ ആഡ് ചെയ്യണം. പ്യുവർ സ്വർണം എന്ന് പറഞ്ഞാൽ എന്താ? അത്രയ്ക്ക് തനി തങ്കം എന്ന് നമ്മൾ പറയില്ലേ, അതിന് സ്വന്തമായിട്ടൊരു പ്രകാശമുണ്ട്. അത് എന്താ? ഒരു വളരെ ട്രാൻസ്പെറൻസി ഉണ്ട്, അതിനൊരു പ്രത്യേക ഒരു ഗുണമുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ സ്വർണത്തിനെ എങ്ങനെയാണോ നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കൊണ്ടുവന്ന് ശുദ്ധീകരിക്കുന്ന പോലെ നമ്മുടെ ശരീരമാകുന്ന ഇതൊരു ഭൂമിയാണ്, ഭൂമി തത്വമാണ് ബേസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മൂലാധാരം. അവിടെ നിന്ന് നമ്മൾ ശുദ്ധീകരിച്ച് ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്ന എങ്ങനെയാ? സ്വാദിഷ്ഠാന ജലത്തിലൂടെ, അഗ്നിയിലൂടെ, നമ്മൾ ആകാശ തത്വത്തിലൂടെ. ഈ പറഞ്ഞ സ്വർണം എങ്ങനെയാണോ ശുദ്ധീകരിച്ച് യഥാർത്ഥ സ്വർണം, അതിനെ കാണുമ്പോഴാണ് നമുക്കൊരു ആകർഷണം. അത് എന്തിനുമായിട്ട് യോജിപ്പിക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വരൂപം, അത് സ്വർണം. ആ ഒരു ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയും. ആ ഒരു അണ്ടത്തിലിരിക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഹിരണ്യഗർഭനാണ് പ്രാജ്ഞൻ. ഹിരണ്യഗർഭൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ എന്നൊക്കെ അതിൽ ആദ്യം ഉണ്ടാകുന്നതാണ് ഹിരണ്യഗർഭൻ. അവിടെ നിന്നാണ് മറ്റ് സൃഷ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ഹിരണ്യം എന്ന് പറഞ്ഞാല് സ്വർണം, അത് കാഞ്ചനമാണ്. എപ്പോഴും മനസ്സിനെ അത് മോഹം ജനിപ്പിക്കും. ശരിക്കും സനാതന ധർമ്മത്തില് കലിയുഗത്തില് പ്രത്യേകിച്ച് സ്വർണത്തെ നമ്മൾ ഉപേക്ഷിക്കണമെന്നാ പറയണത്. കാരണം എന്താ? സ്വർണം കലിയുടെ ഇരിപ്പിടമാണ്. നമുക്കറിയാം, പരീക്ഷിത് മഹാരാജാവ് കലിക്ക് ഇരിക്കാനായിട്ട് അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു പശുവിന്റെ 4 കാലുകളിൽ ഓരോ കാലായിട്ട് ഒടിച്ചൊടിച്ച് നമ്മൾ കണ്ടു. ധർമ്മത്തിന്റെ എല്ലാ കാലുകളും നഷ്ടപ്പെട്ടു. അപ്പൊ കലി ചോദിക്കുന്നു, ഇനി ഞാൻ എവിടെ ഇരിക്കും രാജാവേ? അങ്ങ് രാജാവല്ലേ, എനിക്കൊരു സ്ഥലം തരം, എനിക്ക് 4 സ്ഥലമെങ്കിലും വേണം, എനിക്ക് ഇരിക്കണം. കാരണം കലി വന്നെങ്കിലേ നാശം സംഭവിക്കുകയുള്ളൂ, കലിയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നശിക്കാൻ ഒരു കാരണം വേണ്ടേ? അല്ലാതെ ഈ പഴുത്ത് സാധാരണ ഒരു ജീവിതത്തിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവും. അതിനെ കാലക്രമം എന്ന് പറയും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് നശിക്കണമെങ്കിൽ ഒരു കാരണം വേണം ഒരു കാര്യത്തിന്. അല്ല പെട്ടെന്ന് എന്തിന്റെങ്കിലും പുറകെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആക്സിഡന്റൽ ഡെത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ആത്മഹത്യയിലൊക്കെ എന്താ
ആ ഒരു കാലപ്രമാണത്തിൽ വരുന്ന മരണമല്ല. പെട്ടെന്ന് എന്തിന്റെയൊക്കെ പുറകെ പോയിട്ട് നമ്മളത് സാധിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോ ഒരു കാരണം വേണം. അത് ഈ കലിക്ക് ഇരിക്കണ്ടേ? എല്ലാ യുഗങ്ങളിലും കലിക്ക് വരണം. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ് കലിയോട് പറയണു, നിനക്ക് 4 സ്ഥലം, നിങ്ങൾക്ക് എല്ലാം അറിയാം കലിക്ക് ഇരിക്കാൻ 4 സ്ഥലം കൊടുക്കുന്നതിൽ ഒന്ന് ഏതാ? സ്വർണമാണ്. കനകം, കാഞ്ചനം എന്നൊക്കെ പറഞ്ഞ പോലെ ആ സ്വർണത്തിൽ ഇരുന്നോളൂ. കാരണം കലിക്കറിയാം സ്വർണമാണ് പ്രശ്നം വരുന്നത്. സ്വർണം തമ്മിൽ അടുപ്പിക്കും. സ്വർണത്തിന്റെ പേരിൽ എത്ര സ്ത്രീകളെ കൊല്ലുന്നു, അമ്മാവിയമ്മ മരുമോൾ പ്രശ്നം ഉണ്ടാകുന്നു, കടം വാങ്ങിച്ചു, കടം വയ്ക്കുന്നു, മോഷ്ടിക്കുന്നു, കടത്തുന്നു. ഇനിയിപ്പോ കൂടുതൽ സ്വർണം എന്നൊരു വാക്ക് ഞാൻ പറയണ്ട, നമ്മൾ ഡെയിലി കേൾക്കുകയാണ്. അപ്പൊ ആ സ്വർണം എന്താ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന അന്ന് തൊട്ടേ നമുക്കറിയാം. 700 കിലോ സ്വർണ്ണമൊക്കെ കടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വർണം, ഒരു മാല, ഒരു വള. അത് എന്താ പറയാ, മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്വർണം. ഹിരൺമയ ആ ദേവിക്ക് ആ സുവർണവർണ്ണാമഹരിണിയും സുവർണ രജത സ്രജ എന്ന് ശ്രീസൂക്തത്തിൽ പറയണു. അമ്മ ദേവി സ്വർണത്തിലിരിക്കുന്നവളാണ് മഹാലക്ഷ്മി. നമ്മള് ആ അമ്മയെ കാണാൻ വേണ്ടി ഒരു മാല, ഒരു താലി ഇടുന്ന ഒരു മാല, ഒരു വള. പക്ഷെ ഇതോ എന്തിനു വേണ്ടിയിട്ടാ കടത്തുന്നത്? അമ്മയെ കിട്ടാനാണോ? അല്ല, തന്റെ എന്താ പറയാ കാമവാസനകൾ, എന്തൊക്കെയോ ആഗ്രഹങ്ങൾ, ആരെയൊക്കെയോ കൊല്ലാനും കുറെ എന്താ പറയുക തീവ്രവാദങ്ങൾ ഉണ്ടാക്കാനും 700 കിലോ 800 കിലോ സ്വർണം. അപ്പൊ സ്വർണം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും മതി വരില്ല. നമ്മളിപ്പോ അത് വളരെ പ്രത്യക്ഷമായിട്ട് ഈ കലിയുഗത്തിൽ കാണുകയാണ്. സ്വർണത്തിന്റെ ആ ഒരു മറ്റൊരു പേര് അതുകൊണ്ട് എന്താ, ഹിരണ്യം, ഹിരണ്യം എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൽ സദാ കണ്ണു വെക്കുന്ന ആളെന്താ, ഹിരണ്യകശിപു. അതിൽ മാത്രമാണ് വിചാരം. ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ അവർക്ക് എത്ര പവനുണ്ട് അതാ നോക്കുന്നത്. ആ ഹിരണ്യത്തില് കണ്ണു വയ്ക്കുന്നവൻ ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനോ, ഹിരണ്യം എന്നാൽ സ്വർണം. ആ ഒരു അതില് രണ്ടുപേരും ഹിരണ്യകശിപും ഹിരണ്യാക്ഷനും ഇതിനെ തേടി എന്താ പറയാ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പാവപ്പെട്ട വൃദ്ധ ദമ്പതികള് താമസിക്കുന്ന വീട്ടിൽ പോലും ചെന്ന് അവരുടെ ആ കഥകൊക്കെ തല്ലിപ്പൊട്ടിച്ച് മരിക്കാറായവരെ പോലും എന്താ ആ ഒരു കനകത്തിന് വേണ്ടി, ഒരു 2 പവൻ 3 പവന് വേണ്ടി അവരുടെ ജീവൻ എടുക്കാൻ പോലും മനുഷ്യര് ഇന്ന് മൃഗതുല്യരായിട്ട് അധപ്പതിച്ചു പോവുക. കാരണം നമുക്ക് അതിലോട്ടുള്ള ഒരു അഭിനിവേശം, എന്താ അത് കൊടുത്താൽ നമുക്ക് പണം കിട്ടും, പണം നമ്മുടെ സുഖ ജീവിതത്തിന് ഉപകരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ. അത് തീരുമ്പോൾ അടുത്തത് തേടിപ്പോവും. ഒരിക്കലും ഇതിനൊരു ആ ഒരു അവസാനമില്ല. അപ്പോ നമുക്ക് എന്താ പറയുക, കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം, ഉലകിൽ സുലഭം. പല രീതിയിൽ ഈ സ്വർണം ബേസ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണത്തിന് നമ്മൾ വർജിക്കണമെന്ന കലിയുഗത്തിൽ പറയുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും, ഈ പറഞ്ഞ തന്ത്രശാസ്ത്രത്തില് ഈ പറഞ്ഞ സ്വർണത്തിന്റെ പല ദേവി സ്വർണമാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഒരു തന്ത്ര, ഏത് തന്ത്രമാണെന്ന് ഞാൻ ഓർക്കണില്ല. ആ ഒരു സ്വർണവും ദേവിയുമായിട്ടുള്ള കണക്ഷൻ. നമ്മൾ സ്വർണ്ണ ദേവിയെ പൂജിക്കുമ്പോൾ സ്വർണ്ണ മോതിരം ഇടണം എന്ന് പറയുന്നുണ്ട്, സ്വർണ്ണ താലി ഇടണം എന്ന് പറയുന്നുണ്ട്. ആ സ്വർണം അതിന്റെ ശരീരത്തിൽ ചേർന്ന് കിടക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രിക് കറൻസ്, പോസിറ്റീവ് വൈബ്രേഷൻ, മന്ത്രത്തെ ആഗിരണം ചെയ്യാനും അത് നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഏറ്റവും ഉയർന്ന ലോഹമാണ് സ്വർണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ വെള്ളി, പിന്നെയുള്ള ബാക്കിയുള്ള ലോഹങ്ങളെല്ലാം തന്നെ. അപ്പോ സ്വർണം ദേവിയാണ്, അത് ധരിക്കൂ, ആ അമ്മയുമായിട്ട് ചേർന്നിരിക്കൂ എന്ന് പറയുന്ന അത് വേറെ. നമ്മൾ ഈ സ്വർണത്തില് എന്താ പറയാ അമിതമായിട്ട് ഈശ്വര സന്നിധാനങ്ങളാവട്ടെ, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ സ്വർണത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണ എന്താ, എല്ലാവരും ഒരു തലത്തിലായിരിക്കില്ല. പലരും അവിടെ ചെല്ലുമ്പോൾ പലർക്കും ഇന്ന് നമുക്കറിയാം പത്മനാഭസ്വാമി കോവിലില് എത്രയോ വർഷങ്ങളായിട്ടുള്ളത്, ഇന്ന് അതിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം ആ പത്മനാഭസ്വാമിയുടെ പുറത്ത് ആ ഒരു എന്താ പറയാ ആ ഒരു പൂശിയിരിക്കുന്ന കുറച്ച് ഭാഗം ഇളകിയപ്പോ അത് സ്വർണമാണെന്ന് കണ്ടു, ഇല്ലേ? അത് ആളുകൾ കാണാതിരിക്കാൻ അതിനെ ആ ഒരു കൂട്ടിട്ട് മറച്ചിരിക്കായിരുന്നു. നിലവറയിൽ സ്വർണം ഉണ്ടെന്ന് കണ്ടു. ഉടനെ പത്മനാഭസ്വാമി കോവില് വളരെ ഇമ്പോർട്ടന്റ് ആയി. അവിടെയുള്ള ആ സ്വർണത്തെ കണ്ടുപിടിച്ച് സ്വർണത്തെ എടുക്കാനായി ക്ഷേത്രത്തെ, നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞ് നമ്മൾ ആരാധന ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ മൂർത്തിയെ പോലും നശിപ്പിക്കാൻ അത്ര മനസ്സ് താഴ്ന്നവർക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താ അതിലൊരു ആകർഷണം, അത് എന്റേതാക്കണം. അതുകൊണ്ടാണ് സ്വർണം എന്ന് പറയുന്നതിനോട് കലിയുഗത്തിൽ ഒരുപാട് കുറയ്ക്കാൻ പറയുന്നത്. ക്ഷേത്രങ്ങളൊന്നും സ്വർണം പൂശാൻ പാടില്ല. നമ്മളോ എന്താ ചെയ്യുന്നത്? ആ ശബരിമല ശാസ്താവ് ആരാണ്? ജിതേന്ദ്രിയനാണ്. അദ്ദേഹം നിഷ്കിഞ്ചനായിട്ട് ആ ചിന്മുദ്രയില് എല്ലാം ത്യജിച്ച് യോഗാവസ്ഥയില് പ്രാപഞ്ചികമായിട്ട് എനിക്ക് ഒന്നും വേണ്ട, ഒരു സുഖങ്ങൾ, മഹിഷിയെ കൊന്നതിന് ശേഷം എനിക്ക് അവിടെ ഒരു ശബരിയുടെ ശബരിമല എന്ന പേരുള്ള ശബരി തപസ് ചെയ്തിരുന്ന ആ ഒരു ആശ്രമത്തിൽ, ആ ശബരിമല പ്രാന്തങ്ങളില് അവിടെ നേരത്തെ മാതംഗമുനി ആ ഒരു ദേവി, നമുക്ക് മാതംഗി ദേവി അവിടെയാ ജനിച്ചത്. അത്ര ഒരു പുണ്യഭൂമി, അവിടെ ചെന്ന് എനിക്ക് തപസ് ചെയ്യണം. എന്താ അദ്ദേഹം പറഞ്ഞത്? ലോക ഉപകാര ആർത്ഥം
ഞാൻ ഈ ലോകത്തിൽ വന്നെങ്കിൽ, ഈ ഭൂമിയിൽ വന്നെങ്കിൽ, മഹിഷിയെ കൊന്നെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഈ തത്വത്തെ, അതാ അവിടെ എഴുതി വെച്ചേക്കുന്ന തത്വമസി വാക്യം, അവിടെ വരുമ്പോ ഈ 18 പടി 18 സോപാനങ്ങളെ 16 തത്വങ്ങളും എന്റെ മനസ്സും ബുദ്ധിയും കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, തത്വമസി ഇവിടെ ഇരിക്കുന്ന തത്വം, ചിന്മുദ്രയിൽ ഇരിക്കുന്ന ജീവാത്മ പരമാത്മ ഐക്യമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ശബരിമലയിൽ ഇതെല്ലാം മാറി സ്വർണവും പണവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിത്യ ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ അവിടെ നമുക്കറിയാം, അവിടെ ആരാണ് ശബരിമല മുഴുവനും സ്വർണം പൂശിയത്? സാധാരണ സ്വർണമുള്ളവർ പൂശാൻ നോക്കിയോ? ഒരിക്കലും ഇല്ല. ഈ തത്വത്തെ അറിയാതെ അവിടെ നമുക്കറിയാം, കള്ളപ്പണം, ആ ഒരു ധന ആഢ്യത്വം കാണിക്കാൻ വേണ്ടി വിജയമാല്യാണ് നമുക്ക് അവിടെ സ്വർണം പൂശിയെന്നൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞ ഉടനെ ക്ഷേത്ര ഭാരവാഹികൾ അത് സമ്മതിച്ചു. ഉടനെ 18 പടി സ്വർണം പൂശി. ഈ സ്വർണം സത്യത്തിലുള്ളതാണോ? തന്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട്, തന്റെ കർമ്മത്തിൽ നിന്ന് നല്ലതായിട്ട് നേടിയെടുത്താണ്. ഒരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറം നേടാൻ പറ്റില്ല, എത്രയാണെങ്കിലും. ഇല്ലെങ്കിൽ പിന്നെ രാജകൊട്ടാരത്തിലൊക്കെ ജനിക്കണം. അവർക്ക് ഈ കൊട്ടാരം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഏക്കർ കണക്കിന്, അവർ ഭരണാധികാരികളാണ്. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഏത് മനുഷ്യനും നമ്മൾ ചിന്തിച്ചോളണം, ഒരു പരിധി വിട്ട് ധനവാൻ എന്ന് പറഞ്ഞെങ്കിൽ അതില് സത്യവും മിഥ്യ, ആ സത്യവും കള്ളവും, സത്യം എന്ന് പറയുന്ന കുറവും കള്ളം എന്ന് പറയുന്നതാണ് കൂടുതൽ. അല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് ബിസിനസ്സിലാവട്ടെ, ഏത് ജോലിയിലാവട്ടെ, ഒരു പരിധി. നന്നായിട്ട് സർവ്വ ഐശ്വര്യം ഉള്ളതിൽ സന്തോഷപ്പെടുക. നമ്മുടെ കർമ്മം നന്നായിട്ട് ചെയ്തു. ചിലപ്പോൾ ചില ഡോക്ടേഴ്സിന് ഒരുപാട് പ്രാക്ടീസ് കാണും, ചില ബിസിനസ്മാന് ബിസിനസ് നന്നായിട്ട് നടക്കും. പക്ഷെ അവിടെ ചതിയും വഞ്ചനയുമായിട്ട്, അമിതമായിട്ടുള്ള പണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ചതിയും വഞ്ചനയും വരും, ബാക്കിയുള്ളവരുടെ കണ്ണുനീര് അവിടെ വരും. അത് നമുക്ക് ആ ഒരു ലോകം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതിൽ കൂടെ കിട്ടുന്ന പണം കൊണ്ട് അതിന്റെ പാപം തീർക്കാൻ ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിക്കാന്ന് പറയുന്നത് 100ൽ ഒരു 0 മാർക്ക് കിട്ടുന്ന പോലെയാണ്. അതിന് ഒരു സംശയവും വേണ്ട. ആ വിജയമാല്യ ഇന്ന് എവിടെയാ കിടക്കുന്നത്? അദ്ദേഹത്തിന് എത്ര കാലം ജയിലിൽ കിടന്നു. ഇദ്ദേഹത്തിന്റെ പണം കൊണ്ട് വേണം നമ്മുടെ ശബരിമല നാച്ചുറൽ സർക്കംസ്റ്റൻസിൽ വനദേവതമാര് പരിരക്ഷിക്കുന്ന ആ ശബരിമല അയ്യപ്പന്റെ ആ ഒരു സോപാനം കല്ലും മുള്ളും ചവിട്ടി അവിടെ ചെല്ലേണ്ടത് നമ്മുടെ കാരണം എന്താ? കല്ലും മുള്ളും ചവിട്ടുണ്ട്. നമ്മുടെ ഇരുമുടിക്കെട്ട്, നമ്മുടെ പാപപുണ്യങ്ങളാകുന്ന ഇരുമുടിക്കെട്ട് നമുക്കെന്താ ശരീരത്തിനും ആ ഒരു ക്ഷയം വരാൻ, പാപക്ഷയം വരാൻ, ആ മോക്ഷത്തിൽ അയ്യപ്പ 5ന്റെയും അപ്പൻ എന്നാ വിളിക്കുന്നത്, ഇല്ലേ? പേട്ടത്തുള്ളി ആ അയ്യപ്പൻ തിന്തകത്വം, സ്വാമി തിന്തകത്വം എന്നാ വിളിക്കുന്നത്. അയ്യപ്പ നിന്റെ അകത്താണ് ഓംകാര സ്വരൂപം, എന്റെ അകത്തും അതാണ്. അത് അറിയാൻ ഞാൻ തത്വമസി മഹാവാക്യത്തെ അറിഞ്ഞ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള തലത്തിൽ പോകാൻ 5ന്റെയും അപ്പനായിട്ടിരിക്കണം. ഭൂമി, ജല, അഗ്നി, വായു, ആകാശത്തിന്റെ മേളിലിരിക്കുന്ന മനസ്തത്വമായിട്ടിരിക്കുന്ന യോഗം ചെയ്തിരിക്കുന്ന അയ്യപ്പൻ ആരുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന? തന്റെ പിതാവായിട്ടുള്ള ശിവനുമായിട്ട്, ശിവതത്വവുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന. ശരീരം വിഷ്ണുവും മനസ്സ് ശിവനും. ഇത് രണ്ടും കൂടെ യോഗം ചെയ്തിരിക്കുക. നമ്മുടെ ഉള്ളിലും ആ പറഞ്ഞ ഇടാപിങ്ങള നാടികളിൽ യോഗം ചെയ്യുമ്പോഴേ നമുക്ക് ഈ തത്വങ്ങൾ അറിയാൻ പറ്റൂ, നമ്മൾ മനസ്തത്വത്തെ അതിക്രമിക്കൂ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാന് തന്റെ ചുറ്റും എന്താണ് നടക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. യോഗമാണ് അവിടെ. ആ യോഗാവസ്ഥയിൽ തന്റെ യോഗ പട്ടാസനത്തെ ബന്ധിച്ച് അദ്ദേഹം ഇരിക്കുന്നത് നോക്കൂ. യോഗ നരസിംഹമൂർത്തി മാത്രമേ പിന്നെ അങ്ങനെ ഇരിക്കാറുള്ളൂ. അതായത് യാതൊരു ഇളക്കം വരരുത്, എനിക്ക് ചലനം ഉണ്ടാവരുത്, കാലുകളെ ബന്ധിച്ചാണ് വെച്ചിരിക്കുന്നത്. അതാണ് യോഗ പട്ടാസനം. അതൊരു മന്ത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന ആളിന്റെ ശബരിമലയിൽ ചെന്ന് കുറെ ആളുകൾ അധപ്പതിച്ച മനസ്സുകൊണ്ട്, കുറെ കള്ളപ്പണം കൊണ്ട് എന്താ ചെയ്തത്? അവിടെ മുഴുവനും നമ്മൾ ഉടനെ കേട്ടു പടി സ്വർണം പൂശി ശബരിമല സ്വർണമയമായി. അവിടെ എന്ത് പറ്റി? ഇപ്പോ ശബരിമലയിൽ ഇപ്പൊ എന്താ പറ്റുന്നത്? കുറെ മുസ്ലിങ്ങളും കുറെ അധപ്പതിച്ച ആളുകളും കുറെ മോഷണവും കള്ളത്തരവും ബലിക്കല്ല് ഇളക്കി മാറ്റും. ശബരിമല അയ്യപ്പന്റെ ശക്തി എവിടെ കൊണ്ടുപോയി? അദ്ദേഹത്തിന് എന്താ ശക്തിയില്ലേ? അവിടെ സ്ഥാപിച്ച അദ്ദേഹത്തിന് ഈ മനുഷ്യ മനസ്സുകളാണ് അവിടെ ചെന്ന് ഈ ഇല്ലാത്ത കാര്യങ്ങൾ. അദ്ദേഹം നന്നായിട്ടിരുന്ന ഒരു സ്ഥലത്തെ എത്രത്തോളം അധപ്പതിക്കാമോ അത്രത്തോളം അധപ്പതിച്ച് ഈ പറഞ്ഞ കൊടുത്ത ആള് ജയിലിൽ കിടക്കണം. അയാളുടെ ഒരു എപ്പോഴും നമ്മൾ ആലോചിക്കണം, കള്ള പ്രവൃത്തി കൊണ്ട്, മോശമായിട്ട് അധർമ്മ്യം, ഒരു ധർമ്മമല്ലാത്ത അധർമ്മ പ്രവൃത്തി കൊണ്ട് നേടുന്ന പണം അതിന്റെ ഭുജിക്കുന്ന നമുക്കും അതിന്റെ പാപം കിട്ടും. ഇന്ന് ശബരിമല പോണവർ അവിടെ എന്താ അയ്യപ്പൻ എന്ന് പറയുന്നത് 41 ദിവസം ചിലപ്പോൾ വ്രതം എടുക്കും. ഇന്ന് വ്രതം എടുക്കും, നാളെ പോകും. അങ്ങനെയുള്ളവരാ ഇന്ന്. പണ്ടോ 41 ദിവസത്തെ വ്രതം. ആ 41 ദിവസത്തിനും പ്രാധാന്യമുണ്ട്. 36 തത്വങ്ങളെ കടക്കണം, 4 ദിവസം ഉപവാസം. ഇതാണ് ശരിക്കും ശബരിമല ദർശനം. അപ്പോഴേ നമുക്ക് നമ്മുടെ യോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റൂ. ആ 41 ദിവസം വ്രതം എടുത്ത് അതുപോലെ ആ 41 വ്രതം എന്ന് പറഞ്ഞാൽ ആ ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ സുഖത്തിൽ നിന്നും ത്യജിച്ച്
താഴെ ഇരുന്ന് ഊണ് കഴിച്ച് വളരെ സസ്യാഹാരം ഭുജിച്ച് ആ എല്ലാ എന്താ ശരിക്കും യോഗവാസിഷ്ടത്തിൽ പറയുന്ന പോലെ തന്റെ ഇന്ദ്രിയങ്ങളിൽ ആ എന്തൊക്കെ കാമിക്കുന്നു അതിൽ നിന്നൊക്കെ വിട്ട് ആ ഒരു തന്റെ യോഗത്തിലിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ചിന്തിക്കണം. ഇന്ന് ശബരിമലയിൽ പോകുന്നവരാരാ? നമ്മൾ കണ്ടു റീത്ത എന്നൊക്കെ പേരുള്ള കുറെ ക്രിസ്ത്യനും മുസ്ലിങ്ങളും അവർ വൃത്തികെട്ട കുറെ ആ സാധനങ്ങളും കൊണ്ട് അവിടെ ചെല്ലുക, ആ ഭഗവാനെ നശിപ്പിക്കുക. എന്തുകൊണ്ട് നമ്മളിങ്ങനെ അധപ്പതിച്ചു? നമ്മൾ അവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾ ഈ പറഞ്ഞ പണം കൊണ്ട് അവരുടെ കണ്ണ് മഞ്ഞളിച്ചു. ഇവിടെ സ്വർണം പൂച്ച ഭഗവാന് സ്വർണ്ണമാണ് ഇഷ്ടം. ഭഗവാന് സ്വർണ്ണമാണ് ഇഷ്ടമെങ്കിൽ ഭഗവാൻ ശബരിമല പോയിരിക്കണോ? എനിക്കൊരു സ്വർണ്ണ കൊട്ടാരം പണിഞ്ഞ് അവിടെ ഇരിക്കാൻ പന്തളത്ത് പറഞ്ഞാൽ പോരെ പോകുന്നതിന് മുമ്പ്? എന്തുകൊണ്ടാ ശരം എയ്തിട്ട് തന്റെ ശരം എയ്തിട്ട് ഞാൻ എവിടെയാണോ ശരം പതിക്കുന്നത്, അതാണ് ശരം കുത്തിയാല്, അവിടുന്ന് എനിക്ക് ഈ സ്ഥലത്ത് ഇരിക്കണം എന്ന് അദ്ദേഹം പറയാൻ എന്താ? ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുമാറണം. ഈ മനുഷ്യരെ എപ്പോഴും ചെന്ന് ബുദ്ധിമുട്ടിക്കും. പണ്ടൊക്കെ വർഷത്തിൽ 41 ദിവസമേ നട തുറക്കുള്ളായിരുന്നു. അന്ന് ശുദ്ധമായിരുന്നു അവിടെ. ആ കാട്ടു മൃഗങ്ങൾ ഉണ്ടായിരുന്നു, അവർ സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞിരുന്നു. അവിടെ നമ്മളെന്താ ഈ മൃഗങ്ങളുടെ ശല്യമില്ലാതെ ആ അയ്യപ്പന്റെ ദർശനത്തിന് പോകുന്ന ഒരു വ്യക്തി അയ്യപ്പനാണ്. നമ്മൾ വിളിക്കുന്ന അവരുടെ പേര് മറന്നു പോകും 41 ദിവസത്തേക്ക്. അവരെ അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ച് സ്വയം അയ്യപ്പനായിട്ട് മാറി അയ്യപ്പ തത്വത്തെ ഉൾക്കൊണ്ടു പോകുന്ന ആ ഒരു മനുഷ്യനെ ഒരു ഹിംസ്ര ജന്തുക്കളും പിടിച്ചു തിന്നാറില്ല. അവിടെ കാട്ടില് വെളിച്ചം ലൈറ്റ് ഇല്ലായിരുന്നു പണ്ടത്തെ കാലത്ത്. ആ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുണ്യഭൂമി, നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ആ എരുമേലി ശരം കുത്തിയാൽ എന്നൊക്കെ പറയുമ്പോൾ മാളികപ്പുറത്തമ്മ ശബരിമല അയ്യപ്പൻ മനുഷ്യന്റെ ഏതൊരു മലയാളിയും ജനിച്ചപ്പോ മുതല് വല്ലാത്തൊരു ആകർഷണമുള്ള ഒരു സ്ഥലമായിരുന്നു. ഇന്നോ കഴിഞ്ഞ വർഷം ശബരിമല പോയില്ല ആരും. കാരണം പോലീസുകാരാ നമ്മളെ കൊണ്ടുപോകുന്ന അവിടെ. കാരണം കുറെ സ്വർണത്തിന് കാവല് നിൽക്കുന്നവരും അവിടെ യാതൊരു വിധത്തിലുള്ള ഭക്തി, കുറെ ആ ഒരു മഹത് തത്വത്തെ അറിയാത്തവര് ഭരണാധികാരികളായിട്ട് വന്നപ്പോ അവിടെ നശിച്ചു. കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സ്വർണം പൂശലാണ്. സ്വർണം പൂശാൻ ഈ സ്വർണം എന്ന് പറയുന്നത് കലിയുഗത്തില് എവിടെ കൂടുതൽ വരുന്നു അവിടെ നാശമാണ്, സർവനാശമാണ്. അവിടെ കലി ഇരിക്കും, സംശയമില്ല. ഇപ്പൊ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കൂ. ആ ഒരു ഗതിയാണ് ഇപ്പൊ ശബരിമലയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ ന്യായമല്ലാത്ത ധർമാധിഷ്ഠിതമല്ലാത്ത എന്ത് ഈശ്വരന് സമർപ്പിച്ചാലും നമ്മുടെ മുമ്പില് നമ്മുടെ മുറ്റത്ത് ഒരു തുളസിയുള്ളായിരിക്കും, അതും ഭഗവാന്റെയാണ്. അതിൽ നിന്നൊരു പൂവെടുത്ത് നെഞ്ചിൽ തൊട്ട് സന്തോഷത്തോടു കൂടി അഷ്ടദള പത്മത്തിലിരിക്കുന്ന ഭഗവാനെ സ്മരിച്ച് പൂജാമുറിയിൽ വെച്ചാൽ ഈ സ്വർണവും വേണ്ട, യാതൊരു വിധത്തിലുള്ള പണവും വേണ്ട, ഒരു അലങ്കാരങ്ങളും വേണ്ട അമ്മയ്ക്ക്. ബിക്കോസ് ഇതെല്ലാം അമ്മയാണ്. ആ അമ്മയാണെന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെയോ നേടിയെടുത്ത് കൊണ്ടു കൊടുക്കുന്നു. ഞാൻ സ്വർണം പൂശി, ഞാൻ വലിയ ആളാ, ആളുകളുടെ മുമ്പിൽ പത്രത്തിൽ പേര് വന്നു ഇന്ന ആള് സ്വർണം പൂശിന്ന്. നമ്മളെ ഓരോ സ്വർണം കൊടുത്തവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം ശരിക്കുള്ള അവരുടെ താഴെ ഉടനെ ഒരു പതനം കാത്തിരിപ്പുണ്ട്. ഈ ഒരുപാട് സ്വർണം കൊണ്ട് കൊടുക്കണവര് നമുക്കറിയാം. ജയലളിത എന്താ കൊടുത്തത്? സ്വർണ്ണ വേല് കൊടുത്തു, സ്വർണ്ണ അങ്കി കൊടുത്തു, എന്തൊക്കെയാ കൊടുത്തത്? ഒരാനയെ സമർപ്പിച്ചു. അവസാനം എന്താണ് ജയലളിതയ്ക്ക് പറ്റിയത്? 1 മാസം മനുഷ്യരെ കാണാതെ കാല് മുറിച്ചു മാറ്റി, ബാത്റൂമിൽ തല്ലിയിട്ടു, തലപൊട്ടി, എന്തൊക്കെയാണ് അവരെങ്ങനെ മരിച്ചു എന്ന് പോലും ഇന്ന് പുറം ലോകത്തിന് അറിയില്ല. എന്താ അവർക്ക് പുണ്യം കൊടുക്കാത്ത ഈ ഭഗവാൻ? സ്വർണ്ണവേല് കൊടുത്തല്ലേ? തിരുപ്പതി ഭഗവാനോ തിരുപ്പതിയിലോ പഴനിയിലോ എവിടെയാണെങ്കിലും സ്വർണ്ണ വേല് കൊടുത്തിരിക്കുക. വലിയ ആളാണ്. അവരെന്താ എല്ലാം ഒരു തമിഴ്നാടിനെ ഭരിക്കണ ഒരു സ്ത്രീയാണ്. അവർക്ക് എന്തും കൊടുക്കാം. അവർക്ക് സത്യത്തിലാണ് അവർ കൊടുക്കുന്നത്. ബാക്കിയുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ച് കുറെ സ്വർണം കൊണ്ട് ഭഗവാന് സമർപ്പിച്ചു. നമ്മൾ കുറെ ആളുകള് അയ്യോ അവര് വേല് സംബന്ധിച്ച് അവരെ പോലെ ഉയർന്ന ആരുമില്ല. എവിടെ കൊടുത്തിട്ടുണ്ടോ ഈ പറഞ്ഞ അമിതമായിട്ട് സ്വർണം കൊടുത്തിട്ടുണ്ടോ, അവസാനം എന്താ കാലം ഗതികെട്ട് ആരും കാണാതെ അവര് മരിക്കേണ്ട ഗതിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കലിയുഗത്തില് വളരെയധികം ചിന്തിക്കണം. ലോകത്തെ കബളിപ്പിക്കാം, പക്ഷെ സ്വന്തം മനസാക്ഷിയെ മറന്നാല് അവർക്ക് പാപമോചനമില്ല. വലിയ ആളുകളും നമ്മൾ കണ്ടു. വലിയ ആളുകൾ എന്ന് പറഞ്ഞ ഈ പറയണവരൊക്കെ ഇപ്പൊ എവിടെ? ജയിലഴികൾക്കുള്ളില്. ആ ജയലളിത സഫർ ചെയ്ത് ഇന്നും അവരുടെ പ്രേതം നടക്കണമെന്ന് പറഞ്ഞ് ഇന്നാളെ ഞാൻ കണ്ടു യൂട്യൂബില്. അവർക്ക് മരണം ഒരു സന്തോഷ മരണമായിരുന്നു. ആർക്കും അറിയില്ല. അവരെ കാണാൻ സമ്മതിക്കാതെ അവരുടെ എന്താ വെച്ചാ 1000 പാതുകങ്ങൾ ഉണ്ടായിരുന്നു, വജ്രങ്ങളും ഖനികളാണ് അവരുടെ ഓരോ നിലവറയും, സ്വർണവും പാതുകങ്ങളും ഡ്രസ്സുകളും. എന്നിട്ട് അവരെങ്ങനെ മരിച്ചു? കട്ടിലിൽ കിടന്ന് ആ ഒരു ആശുപത്രി കിടന്ന് എല്ലാ എന്താ പറയാ ആ ഓക്സിജന്റെ സഹായത്തോടുകൂടി ശ്വാസം എടുത്ത് കാല് മുറിച്ചു എന്ന് പറയണ ഒന്നും നമുക്കറിയില്ല. എന്താ ഇവർക്ക് ഈ ദൈവങ്ങളൊന്നും ചെന്ന് അവരെ രക്ഷിക്കാത്തത്? കാരണം കബളിപ്പിക്കുകയാണ് നമ്മള് ലോകത്തെ. നമ്മുടെ മനസാക്ഷിയെ കബളിപ്പിക്കാൻ നമ്മള് പാടില്ല ഒരിക്കലും. സ്വന്തം മനസാക്ഷിയെ കബളിപ്പിച്ച് ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. എങ്ങനെ മരണം വേണമെന്ന് അമ്മ നിശ്ചയിക്കും. നമുക്കൊന്നും ഇല്ലായിരിക്കാം. ഒരു അവിലും കൊണ്ടുപോയി കുചേലൻ. ഭഗവാൻ അതുകൊണ്ട് ലക്ഷ്മിയെ കൊടുത്തു, ലക്ഷ്മി കടാക്ഷം കൊടുത്തു. നമുക്ക്
ഉള്ളത് ആ മനസ്സോടുകൂടി ആ അമ്മയെ മനസ്സിലാക്കുക, അതാ നമുക്ക് വേണ്ടത്. മനസ്സിലാവുമ്പോൾ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത വെച്ചുകെട്ടുകളെല്ലാം നമ്മളിൽ നിന്ന് പൊഴിഞ്ഞു പോകും. ഈ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് കൊടുത്താലേ ഈശ്വരന് ഇഷ്ടമുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നത്. അമ്മയെ പഠിക്കുക, ശരണാഗതി ചെയ്യുക, തത്വങ്ങളെ അറിയുക, അവിടെ മനസ്സെത്തിക്കുക, അത് മതി നമുക്ക്. എന്താ നമ്മൾ ഒരു ചെറിയ ജീവിതം, അവിടെ നമുക്ക് ഒരുപാട്, നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാണ്. അവരത് കൊടുത്തു, എനിക്ക് ഭഗവാനെ എനിക്കില്ല, ഒന്നുമില്ല. അമ്മയ്ക്ക് ഒന്നും വേണ്ട. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥയാണ് അമ്മ, മഹാരാജ്ഞിയാണ്. അവിടെ ഒന്നും കൊടുക്കണ്ട. കൈയില്ലാതെ കയ്യിൽ ഒന്നും ഇല്ലാതെ കൈ നീട്ടി നിൽക്കണം. അമ്മ ഒന്നുമില്ല, അമ്മ എനിക്ക് തരേണ്ടത് അമ്മയാണ്, എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു ശരണാഗതിയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അങ്ങനെ മനസാക്ഷിയെ മറന്ന് ചെയ്താൽ പാപമോചനമില്ലെന്ന് സാധകർ ഓരോരുത്തരും അറിയണം. നമ്മുടെ സാധന എന്ന് പറയുന്നത് നമ്മുടെ ആത്മതത്വത്തെ അറിയാനാണ്, അല്ലാതെ ബാഹ്യമായിട്ട് കുറെ കാട്ടിക്കൂട്ടലുകളല്ല. അപ്പൊ ശബരിമല എന്ന പുണ്യ സങ്കേതം, ശബരി എന്ന് പറഞ്ഞ പുണ്യ സ്ത്രീ ഇരുന്നതാണ്. രാമപാദങ്ങൾ പതിഞ്ഞ പുണ്യ സ്ഥലമാണ്. ആ ശുദ്ധമായ എടുത്ത വനദേവതമാരാൽ സേവിക്കപ്പെട്ട ആ പുണ്യഭൂമി മനുഷ്യന്റെ അഹങ്കാരം എപ്പോ അവിടെ ചെന്നോ, ആഠ്യത്വം കാണിക്കാൻ സ്വർണം കൊണ്ട് പൂശിയോ, അവിടെ എന്ത് ചെയ്തു? കലി വന്ന് ഇരുന്നു കഴിഞ്ഞു. ആ കലി വന്നാല് നാശം, സർവനാശമാണ് അവിടെ. അവിടുന്ന് കലി എവിടെ ഇരിക്കുന്നു അവിടുന്ന് ഭഗവാൻ പോകും. അപ്പൊ ഭഗവാനെ ഭഗവാന്റെ ആ ഒരു എനർജി തലമായിരുന്നു അവിടെ. ആ ഒരു എനർജി തലത്തിൽ നിന്ന് ഭഗവാൻ എപ്പോ അവിടെ വിട്ടുപോയി? ഭഗവാൻ ഒരിക്കലും ഭൂമി വിട്ടുപോയില്ല. എന്തായാലും പോസിറ്റീവ്നെസ് ഉള്ളിടത്തെല്ലാം കാണും. പക്ഷെ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതേപോലത്തെ പൂജകളും കർമ്മങ്ങളും ഒക്കെ അവിടെ, ബലിക്കല്ലുകൾ പോലും സപ്തമാതൃക്കളെ പോലും ചില ഭരണാധികാരികൾ അറിയാതെ ഇളക്കി മാറ്റിയെന്നാ പറയണത്, നടക്കാനുള്ള സൗകര്യത്തിന്. അപ്പൊ ക്ഷേത്ര പ്രതിഷ്ഠ എന്താണെന്നും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചാൽ അത് എങ്ങനെ അതിന്റെ ആ ഒരു എനർജി കൂട്ടിക്കൊണ്ടുപോകണമെന്നും മന്ത്രതന്ത്രാന്തികളിലൂടെ, ആംനായ പൂജകളിലൂടെ, അന്നദാനത്തിലൂടെ, വേദമന്ത്ര ജപത്തിലൂടെ, ആ ദ്രവ്യശുദ്ധിയിലൂടെ, മനഃശുദ്ധിയിലൂടെ, മന്ത്രശുദ്ധിയിലൂടെ വേണം നമ്മൾ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ ചൈതന്യം കൂട്ടാനായിട്ട്. ആ ചൈതന്യം കുറയ്ക്കുന്ന കാര്യങ്ങൾ മുഴുവനും മനുഷ്യൻ തന്നെ ചെയ്തിട്ട് പിന്നെ അവിടെ ശക്തിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് എണീറ്റ് വരാൻ പറ്റുമോ അവിടുന്ന്? നമ്മൾ തന്നെയല്ലേ ഇതിന് കാരണക്കാര്? അത് കുറെ ഭരണാധികാരികളുടെ കയ്യിൽ പോയി ആ ഭഗവാൻ അവിടെ എന്താ പറയാ, ഡോർമെന്റ് ആയിട്ട് മിണ്ടാതിരിക്കുക ചിന്മുദ്രയില്. അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് ഈ കലിയുഗത്തില് എന്ന് നല്ല ഒരു സാധകൻ എന്നെ തേടി വരും. ഈ പറഞ്ഞ പോലെ മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആ ഒരു വിവാഹത്തിന്, മാളികപ്പുറം എന്ന് പറയുന്നത് എന്ന് പുതിയതായിട്ട് ഒരു അയ്യപ്പൻ വരാതിരിക്കുന്നു അന്ന് മാളികപ്പുറത്തെ കല്യാണം കഴിക്കാന്നാണ് അദ്ദേഹം കൊടുത്ത വാക്ക്, ശബരിമല അയ്യപ്പൻ. അതുപോലെ എന്നാണ് ഒരു പുതിയ അയ്യപ്പൻ? ഈ പുതിയ അയ്യപ്പൻ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ തത്വം, അയ്യപ്പ തത്വം ഉള്ളിൽ മുളക്കി. ഈ കലിയുഗത്തിലാണെങ്കിൽ പോലും ഒരു വർഷത്തില് ഒരാളെങ്കിലും മാലയിടാറുണ്ട്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മാലയിടാം. അവർ ഈശ്വര തുല്യരാണ്. ഒരു 3 വയസ്സ് 5 വയസ്സ് കുട്ടി, പെൺകുട്ടിയാവട്ടെ 9 വയസ്സിന് മുമ്പേ മാലയിട്ട് കഴിഞ്ഞാൽ ആ അയ്യപ്പനാണ്. ആ കുട്ടി എന്താ? ഈശ്വരന് തുല്യമാണ്. അവർക്ക് അയ്യപ്പനും ശിവനും എല്ലാം ഒരുപോലെയാണ്. ആ കുഞ്ഞും കന്നി അയ്യപ്പനാണ്. അപ്പൊ കന്നി അയ്യപ്പൻ ചെല്ലാത്ത ഒരു വർഷം പോലും ഈ ശബരിമലയിൽ കാണില്ല. ആ ഇരിക്കുന്ന ആ മഹാശക്തിയെ അറിയാനായിട്ട് ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഉള്ളിൽ പോലും ആ അയ്യപ്പനുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, ഈ മല കയറി ചെന്നാൽ കാണാം എന്നുള്ള തത്വം ഒരിക്കലും ഈ സനാതന ധർമ്മം നിൽക്കുന്നിടത്തോളം കാലം ഇനി മനുഷ്യൻ എത്രയൊക്കെ അധപ്പതിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഉണ്ടാകും. അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് അയ്യപ്പൻ പറഞ്ഞത്, മാളികപ്പുറത്തമ്മയോട് പറഞ്ഞത്, ഒരു അയ്യപ്പൻ ഇല്ലാത്ത കാലം ആ അയ്യപ്പൻ ഈ ഒരു ആത്മതത്വത്തെ അറിയാൻ ഒരു കുഞ്ഞെങ്കിലും ഒരു വർഷത്തില് ഉണ്ടായിരിക്കും. കാരണം ഇത് പുണ്യഭൂമിയാണ്, നമ്മുടെ ഭാരതമാണ്, അവിടെ വരും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അപ്പോ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ഒരുപാട് അയ്യപ്പ തത്വം പറഞ്ഞപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് പണ്ട് കണ്ടിട്ടുണ്ട്. ഈ മാളികപ്പുറത്തമ്മ, നമ്മുടെ മാളികയിൽ ഇരിക്കുന്ന അമ്മ, നമ്മുടെ സഹസാര പത്മത്തിൽ പോകാൻ മാളികപ്പുറത്ത് ഇരിക്കേണ്ട അമ്മ, ആ അമ്മയെ മൂലാധാരത്തിൽ കിടത്താതെ മാളികപ്പുറത്ത് ഏറ്റി ആ മന്നന്റെ അടുത്ത്, ആ ശിവഭഗവാന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് പടി കയറിയാലും കയറിയില്ലെങ്കിലും, ശബരിമല പോയാലും പോയില്ലെങ്കിലും, ഗുരുവായൂർ പോയാലും പോയില്ലെങ്കിലും, ഓരോ വ്യക്തി നമ്മുടെ മുമുക്ഷുവിന്റെ ആ ഒരു മോക്ഷത്തെ കാക്ഷിക്കുന്നവന്റെ കടമയായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തത്വങ്ങളെല്ലാം പഠിക്കുന്നത്. ഈ മഹാപുരുഷന്മാരുമായിട്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുന്ന എന്തിനാ? ആ സംശയം അതുമായിട്ട് ഒരു ചേർന്ന് പഠിച്ച് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനങ്ങളും ആവരണങ്ങളും മാറ്റാനാണ്. അപ്പോ ഈ സ്വർണം പൂശി മറ്റുള്ളവരെ ആകർഷിക്കുമ്പോൾ ആലോചിക്കണം, അവിടെ കലിയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഈ ലോകത്ത് എന്തൊക്കെയാണ് മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത്. ശുദ്ധമായിട്ടുള്ള സങ്കേതങ്ങൾ എല്ലാം തന്നെ ഇന്ന് അധപ്പതിച്ച മനസ്സുകളുള്ളവർ ചെന്ന് അവരുടെ കള്ളപ്പണം കൊണ്ട് അവരുടെ നേടിയെടുത്തത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി അശുദ്ധമാക്കി കഴിഞ്ഞു.
തിരുപ്പതി എങ്ങനെയാണ്? ഗുരുവായൂരിന്റെ ശ്രീകോവില് സ്വർണം പൂശി ആ സ്വർണത്തിന്റെ സാന്നിധ്യത്തില് നമ്മൾ കാണും ഒരു വലിയ പളപളപ്പ്, ഒരു ആകർഷണം കാണും. അതെന്താ? അങ്ങോട്ട് പലരെയും ആകർഷിക്കും. നമ്മൾ ഭഗവാനെ കാണാൻ പലരും സ്വർണം പൂശിയത് കാണാൻ പോകാറുണ്ട്. അതിനകത്തിരിക്കുന്ന ഭഗവാൻ എന്നും ചോദിക്കുന്നില്ല, സ്വർണം പൂശി നമുക്കൊന്ന് കാണാൻ പോവാമോ? പത്മനാഭസ്വാമി കോവിൽ ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, പത്മനാഭസ്വാമിയുടെ സ്വർണം കാണാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ വിഗ്രഹം സ്വർണമാണ്, അവിടെ എന്തോ ഇടിഞ്ഞു വീണു താഴെ. അദ്ദേഹത്തിന്റെ ആ ഒരു കടുശർക്കര യോഗത്തിലിരുന്ന് ആ പൂശിയിരുന്നതൊക്കെ ഇളകി ഇപ്പൊ സ്വർണം കാണാം. ഈ പാവം കുറെ ആൾക്കാർ അജ്ഞാനത്തിൽ സ്വർണത്തെ കാണാൻ പോകുന്നു. നോക്കൂ എത്രത്തോളം നമ്മുടെ മനസ്സ് അധപ്പതിച്ചു പോയി. അവിടെ ഭഗവാനെ അല്ല കാണുന്നത്, ആ സ്വർണം നമ്മളെ നേടാൻ പറ്റാത്തവരെ സംബന്ധിച്ച്, കുറെ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നോക്കുന്നവരെ സംബന്ധിച്ച് സ്വർണമുള്ളവർ വളരെ ഉയർന്നവരാ അല്ലേ? തീർച്ചയായിട്ടുമാണ്. ഓരോരുത്തർക്കും ഒരു സ്വർണ്ണമാല മേടിക്കാൻ കഴിവില്ലാത്തവന് 10 സ്വർണ്ണമാല ഇട്ടവൻ വലിയ ആളാ. അതുപോലെ നമ്മളും സ്വർണം ഒരുപാടുള്ളവരെ വലിയതായിട്ട് ബഹുമാനിക്കണം. ഒരിക്കലും അത് കലിയുഗത്തിലെ സ്വർണത്തെ അല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത്. എന്താ കാരണം? സ്വർണ പാത്രം കൊണ്ട് ഈ സത്യം മൂടി വെച്ചിരിക്കുകയാണ്, ഈ ശാശ്വത സത്യത്തെ. ഈ സത്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പളപളാന്നിരിക്കുന്ന ആ സ്വർണത്തെ, ആ ഹിരണ്യത്തെ, ആ പാത്രത്തെ ഒന്ന് പൊക്കി നോക്കണം. നമുക്കറിയാം അവിടെ മൂകാംബികയിൽ ആ ശിവലിംഗം സ്വയംഭൂലിംഗത്തിന് മറച്ചൊരു വലിയ ചരുവം പോലെ ഒരു സാധനം കമത്തി വെക്കാറുണ്ട്. കാരണം എന്താ? അതിനകത്ത് ആ സുവർണ രേഖ കാണാം. ആ സ്വയംഭൂലിംഗത്തില് ഭഗവാന്റെ ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണ്. അവിടെ ആ ഒരു സൈഡില് ഈ പറഞ്ഞ ഈ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഭൂമിയെ ഒരു നേർരേഖ അത് പോകുന്നുവെന്നും, ആ ഒരു മധ്യരേഖ ദേവിയുടെ ഒരു ഭാഗത്ത് ദേവിയും മറ്റു ഭാഗത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ഇരിക്കുന്നു എന്നൊക്കെയുള്ള സങ്കല്പം അത് മൂടി വെച്ചിരിക്കുകയാണ്. അതായത് സ്വയംഭൂലിംഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ സ്വയംഭൂലിംഗത്തെ ഒന്ന് കണ്ട് ദർശിച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ അജ്ഞാനങ്ങളും മാറുന്നതാണ്. കാരണം നമ്മുടെ മൂലാധാരത്തിലെ സ്വയംഭൂലിംഗത്തിലാണ് 3.5 ചുറ്റുള്ള ആ കുണ്ടലിനി ശക്തി ചുറ്റിക്കിടക്കുന്നത്. തന്റെ ലിംഗം അകത്തോട്ട് വെച്ച് തന്റെ വായിലോട്ട് കയറ്റി കിടക്കുക. കാരണം എന്താ? ആ വായിൽ നിന്ന് ആ ശിവലിംഗത്തെ മോചി രണ്ടുപേരും ചേർന്ന് കിടക്കുക. അപ്പൊ ഈ ഒരു ശരിക്കും മൂകാംബികയിൽ പോയ ത്രിഗുണാത്മികയായിട്ടുള്ള ദേവിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ 3 ഗുണങ്ങളെ അതിക്രമിക്കണം എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ, അവര് നമ്മളെ കാണിക്കുന്നില്ല. ഈ ഒരിക്കലും രാവിലത്തെ അഭിഷേകത്തിന് മാത്രമേ വളരെ വളരെ വിശേഷമാണ് അതൊന്ന് കണ്ടു തൊഴുക എന്ന് പറഞ്ഞാൽ അവരുടനെ ഈ പാത്രം വെച്ച് അടച്ചു കളയും. നമ്മൾ കാണുന്ന എന്താ? അവിടെ ഒരു പാത്രം വെച്ച് അടച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അത് ശ്രീചക്രമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല, അത് ഭഗവാന്റെ സ്വയംഭൂ സ്വന്തമായിട്ട് നമുക്കൊരു ശിവലിംഗം തന്നാ വിട്ടേക്കുന്നത് നമ്മുടെ ശരീരത്തില്. ആ സ്വയംഭൂലിംഗമാണ് മൂലാധാരത്തിൽ ഇരിക്കുന്നത്. ആ ലിംഗത്തിലാണ് ആ ദേവി ചുറ്റിക്കിടക്കുന്ന ആ പാമ്പ്. നമുക്ക് 3 ലിംഗങ്ങളുണ്ട്. ബാണലിംഗമുണ്ട്, ഇതരലിംഗമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഹൃദയപത്മത്തിൽ ഒരു ലിംഗമുണ്ട്, ആ നെറ്റിയിൽ ഒരു ശിവലിംഗമുണ്ട്. ഈ ശിവലിംഗത്തിലൊക്കെ അവര് രണ്ടുപേരും ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശിവലിംഗം ഒന്ന് ഉണരാൻ വേണ്ടിയിട്ടാണ് ബാഹ്യമായിട്ട് കാണുന്നത്. അതായത് ഈ പാത്രം വെച്ചിട്ട് ഈ ഹിരൺമയേന പാത്രേന, ഏറ്റവും വലിയ ഉയർന്ന മന്ത്രം. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ആചാര്യന്മാര് വിശേഷാനന്ദ സ്വാമികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും ചെന്ന് പ്രാർത്ഥിക്കേണ്ട, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഈ വേദമന്ത്രം പറയൂ. അതായത് ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം, ഒളിച്ചു വെച്ചിരിക്കുക. സത്യം പൂഷന്ന ആവൃണോ, അല്ലയോ പൂഷാവേ, സൂര്യൻ, എൻ്റെ ഇരിക്കുന്ന ആത്മസൂര്യൻ, എൻ്റെ ജ്ഞാനസൂര്യൻ ഒന്ന് പ്രകാശിച്ച അപാവൃണോ, അതൊന്ന് മാറ്റിത്തരൂ. സത്യധർമായ ദ്രഷ്ടയെ, ആ സത്യത്തെയും ധർമ്മത്തെയും. എന്താണ് ഈ സത്ത്? ഈ സത്ത് ചിത്ത്, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ഈ പറഞ്ഞ ബ്രഹ്മതത്വത്തെ ഈ ഒരു പാത്രത്തെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരൂ. ഏത് ക്ഷേത്രത്തിലും ഏത് രൂപത്തിലിരിക്കുന്ന ഭഗവാന്റെ മുമ്പിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഉയർന്ന ഒരു വേദമന്ത്രമാണിത്. അപ്പൊ എന്താ? ആ സത്യം എന്ന് പറയണത് സത്യവും ധർമ്മവുമാണ്. അതിനെ ഒന്ന് നമുക്ക് കാണണം, ഇല്ലേ? അത് ഈ സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്വപ്രയത്നത്തിലൂടെ നേടിയത് മാത്രമേ നാം ഉപയോഗിക്കാവൂ. അത് വേറൊരാള് ഗിഫ്റ്റ്, അച്ഛനമ്മമാര് തരുന്നത് വേറെ, അല്ലാതെ നമ്മൾ സ്വന്തം പ്രയത്നം, ഒരു പൂവാണെങ്കിലും നമ്മൾ അങ്ങനെ കൊടുക്കാവൂ. അത് മാത്രമാണ് ഈശ്വരന് സമർപ്പിക്കുക. അങ്ങനെ സ്വർണമാനിന് കണ്ട സീത. അപ്പൊ നോക്കൂ, ഈ പറഞ്ഞ സീത രാമന്റെ കൂടെ സ്ഥിരമായിട്ട് ജീവിച്ച ആളാ. ആ സീതയെ ഒന്ന് മോഹിപ്പിക്കാൻ എന്തിനാ അയക്കുന്ന രാവണൻ? സ്വർണമാനിനെ. ആ സ്വർണമാൻ വന്നുവെന്നും ആശ്രമ പരിസരത്ത് കളിച്ചുവെന്നും ഉടനെ തന്നെ സീത കണ്ടു. എന്തൊരു ഭംഗി! കണ്ട ഉടനെ സ്വർണത്തിൽ വെള്ളിപ്പൊട്ട്, ഒന്നും കുറഞ്ഞതല്ല. മാനിനും കുറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. സ്വർണമായിട്ടുള്ള ദേഹവും അതില് വെള്ളിപ്പൊട്ടും. അത് കണ്ടപ്പോ ഇങ്ങനെ ഒരു മാനിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ കണ്ട മാനൊക്കെ തോലിട്ട മാനുകളായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടിരിക്കണോ, അയ്യോ ഏറ്റവും നല്ലൊരു മാൻ, എനിക്കിത് വേണം എന്ന് ആഗ്രഹം ജനിച്ചു കഴിഞ്ഞു സീതയുടെ ഉള്ളില്.
അപ്പൊ എന്താ ഭർത്താവായ രാമനോട് ആവശ്യപ്പെടുകയാണ്, അല്ലയോ അന്നും ഇന്നും നമുക്കറിയാം ഒരു ഭാര്യ ആവശ്യപ്പെട്ടത് ഒരു ഭർത്താവ് ചെയ്തു കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം വളരെ താഴ്ന്ന് ചോദിക്കും, ഇല്ലേ, ഒന്ന് വാങ്ങിച്ചു തരുമോ, ഇല്ലെങ്കിൽ പിടിച്ചു തരുമോ. അത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് വഴക്ക് കൂടും. മൂന്നാമത്തെ, അതായത് ഭത്സിക്കാൻ തുടങ്ങും, വഴക്ക് പറയാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, നിങ്ങൾ ഇത് വാങ്ങിച്ചു തരാത്തത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറഞ്ഞ് വല്ലാതെ അവരെ എന്താ പറയാ ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാ വരുന്നത്. ഈ ഭത്സിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വഴക്ക് പറയുമ്പോൾ അവര് വിചാരിക്കും എങ്ങനെയെങ്കിലും ഒരു വീട്ടില് സമാധാനമായിട്ട് ഇരിക്കട്ടെ, എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് പറഞ്ഞ് പലതും ഇന്ന് ഭർത്താക്കന്മാര് തിരിച്ച് ഭാര്യമാരായാലും ഞാൻ രണ്ടും പറയുന്നില്ല, ഇന്ന് ഭാര്യമാരും ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ ഒരുപാട് എന്താ പറയാ ആ ഒരു ഞെരുക്കുക എന്ന് പറയില്ലേ, ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യിപ്പിക്കും നമ്മൾ അവരെ കൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോ ഈ പറഞ്ഞപ്പോ എന്താ ഈ രാമൻ ചെയ്ത്, പാവൻ രാമൻ എന്താ ചെയ്യണ? അദ്ദേഹം പറഞ്ഞു, ശരി എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം ആ മാനിനെ പിടിക്കാനെന്ന് പറയണം. പക്ഷെ സീത എന്തോ ഇവിടെ കാടാണ്, ഇവിടെ രാക്ഷസന്മാരുണ്ട്, ആ രാക്ഷസന്മാര് കാമമോഹിതരാണ്, അവർ പല വേഷവും കെട്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, അല്ലയോ ലക്ഷ്മണ, നീ ഈ എന്താ പറയാ ഈ പർണശാലയ്ക്ക് നീ കാവല് നിൽക്കണം. എന്ത് വന്നാലും ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ ഞാനാണ് പോണത്, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ, നിന്റെ ജ്യേഷ്ഠനാണ്. ഇന്ന് ലോകത്ത് എന്ത് സാധിച്ചെടുക്കാനോ ആ ഒരു നോക്കൂ ഉറപ്പ് രാമൻ പറയാണ്. എന്ത് പ്രശ്നം വന്നാലും നീ ഒരിക്കലും സീതയുടെ പർണശാലയുടെ കാവൽക്കാരൻ എന്നുള്ള ജോലി ഞാനാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്, ഞാൻ പിതൃതുല്യനാണ്, ലക്ഷ്മണ നീ ഇവിടുന്ന് വരരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്ന, അതാണ് രാമവാക്യം. അത് സത്യവാക്യമാണ്. അവിടെ എന്തും വരും, കാടാണ്, ഞാൻ ചിലപ്പോ പോയി കുറച്ച് സമയം കഴിഞ്ഞെന്ന് വരും, എനിക്ക് എന്തെങ്കിലും, ഒരിക്കലും നീ വിചാരിച്ചോളൂ എനിക്കൊന്നും സംഭവിക്കില്ല. അതാണ് ഉറപ്പ്, അതാണ് നമ്മൾ ഈശ്വര വിശ്വാസം, അതാണ് ഈശ്വര വിശ്വാസം, അതാണ് ദേവിയിലുള്ള ഉറപ്പ്. എനിക്ക് വരില്ല അങ്ങനെ അല്ലാതെ വരുമോ, വരില്ലേ, നാളെ വരുമോ, മറ്റന്നാ വരുമോ, ഇന്നലെ വന്നോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ മനസ്സെന്താ? സംശയാത്മിക മനസ്സ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ബുദ്ധിയാത്മിക ആക്കണം, ബുദ്ധിയിൽ ഉറപ്പിക്കണം. ഇല്ല, ഈ പറഞ്ഞ കാര്യം ചെയ്താൽ എനിക്ക് അത് വരില്ല. അപ്പൊ രാമൻ പറഞ്ഞിട്ട് പോവാണ്. പിന്നെയും രാമൻ ഒരു മനസ്സിന് ഒരു വിഷമം, സീത ഒരു സ്ത്രീയല്ലേ, ഇപ്പൊ പല പല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, എത്ര രാക്ഷസന്മാര് കാട്ടിൽ കയറിയിട്ട് വന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ ജഡായു സമ്പാദിയും എന്റെ അച്ഛന്റെ സുഹൃത്തുക്കളാണ്, അവരോടൊന്ന് പോയി അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞേക്കാം. ആ ജഡായുവിനെ ചെന്ന് കണ്ടിട്ട് പറയാണ്, ഞാനിങ്ങനെ ഒരു മാൻ ഇങ്ങനെ എന്റെ ഭാര്യ കണ്ടു, അത് പിടിക്കാൻ വേണ്ടി ഞാൻ പോവാണ്, ഒരു കാര്യം ചെയ്യണം, എന്റെ ആശ്രമത്തിൽ സീതയും ലക്ഷ്മണനും ഉണ്ട്, എനിക്കറിയാം ലക്ഷ്മണകുമാരനുണ്ടെങ്കിൽ സീത രക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങ് ഒന്നും നോക്കിക്കൊള്ളാം, എന്തെങ്കിലും ആവശ്യം വന്നാൽ. നോക്കൂ, രാമന്റെ സെക്കൻഡ് തോട്ട് വേറൊരാളെ കൂടെ അവിടെ ഇരുത്തുകയാണ്. ആ പറഞ്ഞ എന്താ ജഡായു, ഓ ശരി ഞാൻ നോക്കിക്കോളാം രാമ, ധൈര്യമായിട്ട് പോകൂ എന്ന് ജഡായു പറയണം. അങ്ങനെ ഈ പറഞ്ഞ മാനെ കാണുന്നു, കാണാതാവുന്നു, കുറച്ചു ദൂരം ചെല്ലുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ രാമന് മനസ്സിലായി ഇതിന്റെ പുറകില് എന്തോ കാര്യമുണ്ട്, ഇതിനെ പിടിക്കാൻ പറ്റാത്ത മാനാണെന്ന് മനസ്സിലായി. പിന്നെയും അദ്ദേഹം എന്താ പർണാശ്രമം വിട്ട് ഒരുപാട് ദൂരെ അങ്ങ് പോവാണ്. എന്താ അപ്പൊ ഈ എങ്ങനെയെങ്കിലും മാനിനെ കൊന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ആ ബാണമെടുത്ത് പ്രാർത്ഥിച്ച് മന്ത്രം ജപിച്ചിട്ട് ഈ പറഞ്ഞ എവിടെയാണോ മാൻ, ഈ പ്രപഞ്ചത്തിലെ ഏത് വനത്തിൽ ഒളിച്ചാലും ഏത് മരത്തിന്റെ പുറകിൽ ഒളിച്ചാലും ഈ മാനായിട്ട് ഞാൻ കണ്ട വ്യക്തിയോ മൃഗമോ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മന്ത്രം ജപിച്ച് അദ്ദേഹത്തിന്റെ ബാണം അയക്കുകയാണ്. എവിടെയാണോ നിന്നത് അവിടെ ചെന്ന് ആ ബാണം തറച്ചിട്ട് ഈ പറഞ്ഞ മായാവിയായിട്ടുള്ള മാരീചൻ എന്ത് ചെയ്തു? ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വിളിക്കുക. രാമ എന്നല്ല വിളിക്കുന്നത്. രാമബാണം ഏറ്റു കഴിഞ്ഞു, പക്ഷെ ഈ വിളിക്കുന്നു നോക്കൂ എത്ര തെറ്റി, ആ മരിക്കുന്ന സമയത്തും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മരണം. രാമബാണം ഏറ്റിട്ട് പോലും അദ്ദേഹം നല്ലതായിട്ട് ജീവിച്ചിരുന്നു. പക്ഷേ രാവണന്റെ ആ ഒരു പ്രചോദിതമായ ബുദ്ധിയായിട്ടിരുന്ന ആളിനെ എന്ത് ചെയ്തു? ആ ഒരു ബുദ്ധി ഭ്രംശം വരുത്തി. ആര്? ഈ പറഞ്ഞ രാവണൻ. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ചീത്ത പ്രവൃത്തി ചെയ്യാൻ, ധാർമ്മികമല്ലാത്ത ഒരു ജോലി ചെയ്യാൻ, അതും രാമന്റെ അടുത്ത് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹം അവിടെ വെച്ച് മരിച്ചാലും സാരമില്ലായിരുന്നു, പക്ഷെ ഈ പ്രവൃത്തി ചെയ്യാൻ പോയി. അദ്ദേഹം വിചാരിച്ചെന്താ? രാമബാണമേറ്റ് എനിക്ക് പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാരീചൻ പോയത്. പക്ഷെ അവിടെയും ആ പറഞ്ഞ ലാസ്റ്റിൽ തന്റെ എയിം എന്തായിരുന്നു? രാവണന് സീതയെ പിടിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അവിടെ എന്ത് വിളിച്ചു അദ്ദേഹം? ലക്ഷ്മണ ലക്ഷ്മണ രക്ഷിക്കൂ എന്ന് രാമന്റെ ശബ്ദത്തിൽ വിളിക്കുക.
ഇത് കേട്ടിട്ട് എന്താ ചെയ്തു? സീത എന്ത് ചെയ്തു? കുറെ നേരമായിട്ട് തന്റെ ഭർത്താവ് മാനിനെ പിടിക്കാൻ പോയി, മാനിന്റെ പുറകെ പോയി, അവിടെ കാണാനില്ല. അപ്പൊ എന്ത് ചെയ്തു? അവിടെ പെട്ടെന്നാണ് കേൾക്കുന്നത് ലക്ഷ്മണ ലക്ഷ്മണ എന്ന്. ഉടനെ സീത എന്ത് ചെയ്തു? സീത തെറ്റിദ്ധരിച്ചു. സീത അപ്പൊ മായാ സീത ആയി കഴിഞ്ഞു. അതൊക്കെ നമുക്കിനി ആധ്യാത്മിക രാമായണവും വാൽമീകി രാമായണവും തമ്മിൽ ഈ സീത അപഹരണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആധ്യാത്മിക രാമായണത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ വളരെ ഭഗവാന് ഒരു എന്താ പറയുക, ഒരു ഈശ്വര ഭാവം കൊടുത്തിട്ടാണ് അതിൽ ചെയ്യുന്നത്. അദ്ദേഹം ഈശ്വരനാണ്. രാമൻ ഈശ്വരനായിട്ട് തന്നെ പൂജിക്കപ്പെടേണ്ട ആണെന്ന് പറഞ്ഞിട്ടാണ് രാമൻ വിഗ്രഹവാൻ ധർമ്മ എന്നല്ല, ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് മാത്രമല്ല ഈശ്വരനായിട്ട് കാണുന്നത്. പക്ഷെ വാൽമീകി രാമായണം, വാൽമീകി എന്ന് പറയുന്ന ആള് രാമൻ ജീവിച്ചിരുന്ന യുഗത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായ ആളാണ്. ആ വാൽമീകി എഴുതിയ രാമായണം തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാൽമീകി എഴുതിയതാണ് മൂലകൃതി എന്ന് പറയുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണ്. ഒരിക്കലും പിന്നെ വേദവ്യാസൻ അതിനെ പകുത്തിട്ട് രാമായണമാക്കി അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ വന്നപ്പോൾ ഒരുപാട് പാഠഭേദങ്ങൾ വന്നു. പക്ഷെ വാൽമീകി രാമായണത്തില് ശരിക്കും പറയുന്നു സീത മായാ സീത ആയി എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ മായാ സീതയാണ് അഗ്നിയിൽ ഒളിപ്പിച്ചത് നമുക്കിനി കാണും. അത് ഇനി സീതയ്ക്ക് തന്റെ കർമ്മങ്ങൾ ഓരോന്നോരോന്നായിട്ട് രാമൻ തന്നെ തിരിച്ചു കൊടുക്കുന്നു, അഗ്നിപ്രവേശമൊക്കെ നമുക്ക് കാണും. അപ്പൊ അതിനു മുമ്പേ ഈ പറഞ്ഞ മായാ സീത ആയി എന്ന് ആര് പറയണു? ഈ പറഞ്ഞ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ പറയണു. ഈ പറഞ്ഞ രാമൻ ഈ പറഞ്ഞ മാരീചന്റെ പുറകിൽ ഈ സ്വർണ്ണമാനിനെ പിടിക്കാൻ പോയപ്പോ തന്റെ ആ സീത എന്ന് പറയുന്ന സീതയുടെ അഗ്നി തത്വത്തെ, ആ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണശക്തി എന്നർത്ഥം. പ്രാണനാണ് നമ്മുടെ അഗ്നി ജ്വലിപ്പി, നമ്മുടെ ഉള്ളിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത്. ആ പ്രാണശക്തിയെ ആവാഹിച്ചെടുത്തിട്ട് അഗ്നിയിൽ ഒളിപ്പിച്ചു എന്ന് നമ്മുടെ അധ്യാത്മ രാമായണം പറയുന്നുണ്ട്. അവിടെ ആ പർണകുടീരത്തിൽ, ആ കുടീരത്തിൽ ഉണ്ടായിരുന്നത് മായാ സീതയാണെന്നും പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മളത് കാര്യങ്ങള് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പോ ഈ സീത എന്താ പറയാ, അവിടെ രാമൻ ലക്ഷ്മണ എന്ന് വിളിക്കുന്നു എന്നാണ് ധരിച്ചു. അപ്പോൾ തന്റെ സ്വന്തം ഭർത്താവിന്റെ കൂടെ, അതാണ് ഈ പറഞ്ഞ അനസൂയ പറഞ്ഞു കൊടുക്കുന്ന ഭർതൃധർമ്മം. നീ ഒരു അതിവൃത ധർമ്മം അറിയൂ. ഈ പറഞ്ഞ എന്താ പറയാ, ഇന്ദ്രൻ ശുചിയായ സ്ഥലം, ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അത്രയും അനസൂയയുടെ ഇത് ഇല്ലാതാക്കിയതുപോലെ അപ്പൊ ആ ഒരു ഭർത്താവിനെ തിരിച്ചറിയാൻ ഒരു പതിവ്രതയ്ക്ക് കഴിയണം. അപ്പൊ അത് എന്തൊക്കെയാണ് ആ ധർമ്മങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സീതയ്ക്ക് എന്ത് പറ്റി? ആ ഒരു മോഹ വലയത്തിൽപ്പെട്ടു. പിന്നെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാര്യവും കാരണവും നിയോഗവും വിയോഗവും എന്നെല്ലാം പ്രയോഗവും എല്ലാം കൂടെ ചേർന്ന ഒരു കഥയാണ്. നമുക്ക് വിധി വൈപരീത്യം മാറ്റാൻ പറ്റില്ല, വിധി അനുഭവിച്ചേ തീരുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പോ ഈ പറഞ്ഞ വിളിച്ചത് രാമൻ തന്നെയാണ്. ലക്ഷ്മണനെ സഹായത്തിന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മണനോട് പറയാണ്, ലക്ഷ്മണ രാമൻ വിളിക്കുന്നു, രാമൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, നീ ഉടനെ ഇവിടുന്ന് പോണം എന്ന് പറയുകയാണ്. രാമൻ പറഞ്ഞു, ജ്യേഷ്ഠത്തി, അദ്ദേഹം മുഖത്ത് പോലും നോക്കണില്ല, ജ്യേഷ്ഠത്തി ഞാൻ അവിടത്തേക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് രാമൻ ആരാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ജനിച്ച ഏക സഹോദരൻ സദാ പിന്തുടരുന്ന സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ ഔന്നത്യവും സത്യവും ധർമ്മവും എല്ലാം എനിക്കറിയാം. അദ്ദേഹത്തെ ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം മാനിനെ പിടിച്ചുകൊണ്ട് വരും, ഒരിക്കലും ഞാൻ ഇവിടെ വിട്ടു പോവില്ല, അങ്ങ് എൻ്റെ അടുത്ത് ഞാൻ നിർബന്ധിക്കരുതേ എന്ന് വെച്ചാല് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞ ആ സത്യവാക്ക് ഞാൻ ലംഘിക്കില്ല, ഞാൻ പോവില്ല എന്ന് പറയാണ്. നോക്കൂ, ആ ഒരു എന്താ പറയാ, ആ ഉറപ്പ് ആ ലക്ഷ്മണൻ പറഞ്ഞിട്ടും കൂടെ കഴിഞ്ഞ സീതയ്ക്ക് ആ വിശ്വാസം വരുന്നില്ല. അപ്പൊ പറയണു, ഇല്ല അങ്ങനെ അല്ല, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് നീ പറയുന്നത്. എന്താ പറയാ, ആ ആദ്യം പറഞ്ഞു നോക്കി, പിന്നെ എല്ലാരും അങ്ങനെയാണല്ലോ, ആദ്യം റിക്വസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശകാരിക്കും, ഇല്ലെങ്കിൽ ഓടിച്ചു വിടും, ഇതൊക്കെ ചെയ്യണം. അത് തന്നെ സീതയും ചെയ്തു. സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് അധപ്പതിച്ചിട്ട് ആ ഒരു അധപ്പതിക്കുക മനുഷ്യ സ്ത്രീകൾ ഉയരണമെങ്കിൽ ധർമ്മവും സത്യവും പാതിവൃത്തിയും ഒക്കെ വേണം, എന്നാലേ ഉയരാൻ പറ്റൂ. ഇന്ന് നമ്മളെ മനുഷ്യ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണം കാണിക്കാൻ നല്ല ഉദാഹരണങ്ങളൊന്നും ഇല്ല. ആ മനുഷ്യൻ ആ ഒരു ചിന്തിക്കുന്ന കഴിവ് നഷ്ടപ്പെട്ട സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത്. അമ്മ എന്നുള്ള പദത്തിന് പോലും അർഹരല്ലാത്ത സ്ത്രീകളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്, അല്ലെ? പക്ഷെ സീത അങ്ങനെ ആവാൻ പാടുണ്ടോ? ബിക്കോസ് അവര് ഒരു അവതാര പുരുഷനായിട്ടുള്ള രാമന്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീയാണ്, അവർക്കത് ചെയ്യാൻ പാടില്ല. പക്ഷെ ആ നമ്മൾ രാമായണം കാണിച്ചിരുന്നു, ഏത് സ്ത്രീകൾക്കും ചില നിയോഗങ്ങൾ വെച്ചിട്ട് അവര് അധപ്പതിച്ചു പോകും. ആ ലക്ഷ്മണനോട് പറയാണ്, രണ്ടാമത് പറയാണ്, വളരെ ദേഷ്യപ്പെട്ട് പറയാണ്, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരമ്മയെ പോലെ ആ പാദങ്ങളെ മാത്രം, ഇന്ന് സീതയുടെ പാദങ്ങൾ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ, മുഖം പോലും കണ്ടിട്ടില്ല. അത്രയ്ക്ക് എന്താ പറയാ, രാമന് മുമ്പിലും നടുക്ക് സീതയും പുറകില് ഒരു ദാസനെ പോലെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, നമ്മളിന്ന് ബ്ലാക്ക് കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രണ്ടുപേരെയും ശ്രദ്ധിച്ച്, അച്ഛനമ്മമാരുടെ ഒരു ശ്രദ്ധിച്ചൊരു മകൻ പോകുന്ന പോലെ ലക്ഷ്മണൻ പിന്തുടർന്നത്. ആ ലക്ഷ്മണനോട് പറയാണ്, ആ സീത പറയാണ്, നിന്റെ
എന്താ ഉദ്ദേശം എനിക്ക് എന്താണെന്ന് അറിയാം ലക്ഷ്മണ, ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന്. ആലോചിച്ച് നോക്കൂ. രാമൻ മരിച്ചു കഴിഞ്ഞ് ഈ സീതയെ ലക്ഷ്മണൻ സ്വന്തമായിട്ട് എടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സീത പറയുന്നത്. ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് മകനോടോ ഏതെങ്കിലും ഒരു ജ്യേഷ്ഠത്തിക്ക് അനുജനോടോ പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഒരിക്കലും. എന്താ പറയാ, ഏത് മോഹത്തിന് അടിപ്പെട്ട് ആര് പറഞ്ഞാലും ആ കർമ്മത്തിന്റെ ഫലം പറഞ്ഞ ആരാണോ കേൾപ്പിച്ചത്, സ്വന്തം ഭർത്താവിന്റെ വായിൽ നിന്ന് വാൽമീകി രാമായണത്തിലെ ഓരോന്നും ജനസമക്ഷം എല്ലാവരും കൂടി നിൽക്കുന്ന സഭയില് വാനരന്മാരും രാക്ഷസന്മാരും എല്ലാരും കൂടി നിൽക്കുന്ന ഒരു വർഷം ഒരു അയോധ്യയിൽ കഴിഞ്ഞിട്ട് വന്ന ആ സീത സ്വന്തം ഭർത്താവിനെ കാണാൻ സന്തോഷത്തോടുകൂടി ആഭരണങ്ങൾ അണിഞ്ഞ് സന്തോഷത്തോടുകൂടി രാമനെ കാത്തിരുന്ന ഹൃദയത്തോടുകൂടി വന്ന ആ സീതയ്ക്ക് എല്ലാവരുടെയും പൊതുജന സമക്ഷം രാമൻ പറയുന്നു, നിന്റെ പാതിവൃത്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന്. ഇതേ കൂടുതൽ ഒരു സ്ത്രീക്ക് എന്താ വേണ്ടേ? ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് അങ്ങനെ വന്നു? കാരണം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ കാരണം ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു തെറ്റും ചെയ്യാതെ നിർമ്മല ഹൃദയത്തോടുകൂടി അമ്മ എന്നുള്ള ഒരേ ഒരു സ്ഥാനം, ആഭരണങ്ങള് ഈ പറഞ്ഞ പുഷ്പക വിമാനത്തിൽ നിന്ന് ഓരോന്ന് പൊതിഞ്ഞെറിയുമ്പോ ഈ പറഞ്ഞ സുഗ്രീവൻ ഒരു പൊതി കാണിക്കുന്നുണ്ട് രാമനെ. രാമ, ഇത് നോക്കൂ, ഇത് നിന്റെ ഭാര്യയുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണനെ കൂടെ വിളിക്കുന്നുണ്ട്. പാപം തൊഴുതുകൊണ്ട് കണ്ണുനീരോടുകൂടി പറയണം, എനിക്ക് അമ്മയുടെ പാദസരം മാത്രമേ അറിയാവൂ രാമ ജ്യേഷ്ഠ, ഞാൻ അതേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കയ്യിലോ കഴുത്തിലോ ചെവിയിലോ ഇടുന്ന ആഭരണം ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഒരു നിർമ്മലമായിട്ടുള്ള ഹൃദയമുള്ള മനുഷ്യനോട് സീത തന്നെ, തേർഡ് പേഴ്സൺ അല്ല പറയുന്നത്, സീത പറയുന്നു, ലക്ഷ്മണ, നീ പോകാത്തതിന്റെ കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ ഉദ്ദേശം നടക്കാൻ പോണില്ല. രാമൻ മരിച്ചിട്ട് നീ എന്നെ വിവാഹം കഴിക്കാന്ന്, എന്നെ ഭാര്യയായിട്ട് വച്ചുകൊണ്ടിരിക്കാൻ എന്നുള്ള ആഗ്രഹം ഇവിടെ ഉപേക്ഷിച്ചേക്കൂ. നീ പോയേ പറ്റുള്ളൂ, നിന്റെ ഈ ആഗ്രഹം നടക്കില്ല എന്ന്. അല്ലെ, പാവപ്പെട്ട ലക്ഷ്മണൻ എന്താ ചെവി പൊട്ടി കരയാണ്. അയ്യോ, ഈ മഹാപാപം പറയരുതേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്താ പറയണേ? എന്നാ അങ്ങനെയാണ് പറയുന്നെങ്കിൽ ഈ ഒരു വിചാരമാണ് സീതയുടെ ഉള്ളില്, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് അർത്ഥമില്ല, ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? ഒരു അഗ്നിയില് എങ്ങനെയാണോ സീത പാതിവൃത്യം തെളിയിക്കാൻ അഗ്നിയിൽ ചാടി പരിശുദ്ധി വരുത്തിയത്, അതുപോലെ ദുഃഖമാകുന്ന ഒരു തീയില് രാമൻ പറയുന്നുണ്ട്, എന്റെ അനുജൻ, നിന്റെ ഒരു വാക്ക് കേട്ട് എന്റെ അനുജൻ എങ്ങനെയാണ് ഒരു ചെയ്യാത്ത കുറ്റം ചെയ്ത ഒരാളെ ആരോപിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട്, വിഷമം, ദുഃഖം, അതിൽ നമ്മളിങ്ങനെ എരിഞ്ഞ് വീഴും. ഒരു സന്ദർഭമാണ് ലക്ഷ്മണൻ അയ്യോ ചേട്ടത്തിയമ്മേ, എനിക്കിനി സഹിക്കാൻ പറ്റില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല, ഈ കണ്ണോടുകൂടിയാണ് എന്നെ കണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ജ്യേഷ്ഠന്റെ കാവല് നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ആജ്ഞയെ ലംഘിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ ഒരു അമ്പെടുത്തിട്ട് ഒരു വര വരയ്ക്കാണ്, ഒരു ലക്ഷ്മണ രേഖ. അതിനെയാണ് ലക്ഷ്മണ രേഖ എന്ന് പറയുന്നത്. രാമൻ പറഞ്ഞിട്ട് കേട്ടില്ല, അടുത്തത് അനിയൻ പറയാണ്. അനിയൻ പറയണു, അല്ലയോ ചേച്ചി, ഒരു കാര്യം ചെയ്യൂ, ഞാനിതാ പോണു, പക്ഷെ എന്റെ ഈ രേഖയ്ക്ക് പോലും രാമന്റെ സത്യവും ധർമ്മവും ഉണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യണം, അല്ലയോ സീത ദേവി ഒരു കാര്യം ചെയ്യണം, ഒരിക്കലും ഈ രേഖ ലംഘിച്ച് ഇപ്പുറത്ത് വരരുത്. ഈ കാടെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നതും സംസാര സമുദ്രമാകുന്ന വൻ കാട് അല്ലേ? നമ്മൾ അതിനകത്ത് കാളി നാടകത്തിൽ കണ്ടു, മഹാഘോര സംസാര വാരാനിധി, അക്കരെ കയറുവാൻ തൃപ്പദത്താരിണക്കപ്പലല്ലാതെ. ഈ ഘോര സംസാരം ഒരു വലിയ കാടാണ്. ഒരു കാട് ചിന്തകളാകുന്ന, പ്രവർത്തികളാകുന്ന കരിമൂർഖന്മാര്, നാഗങ്ങള്, വിഷജന്തുക്കള്, നല്ലവരുമുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു തണൽ വൃക്ഷങ്ങളും ഉണ്ട് നമുക്ക് ഇല്ല ഒരിക്കലും. നല്ല ബന്ധങ്ങള്, നല്ല ചിന്തകള്, നമ്മുടെ സത്പ്രവർത്തികള്, നമ്മൾ ഇന്ന് ഇപ്പൊ പറയുന്ന പോലെ സത്സംഗങ്ങൾ, അവിടെയൊക്കെ നമുക്ക് അനുഗ്രഹം കിട്ടും. പക്ഷേ പ്രപഞ്ച ദുഃഖങ്ങൾ എന്ന് പറയുന്ന ഘോര സംസാരം എന്തും നമ്മളെ പിടിച്ചു കളയും, അത് നമ്മളെ മുക്കിക്കളയും. ഈ കാലി പിടിക്കുന്ന പോലെ നമ്മൾ അതിൽ താണു പോകും, നമുക്ക് സർവനാശം വരും. അതുകൊണ്ട് ലക്ഷ്മണൻ പറയണു, കാടാണ് ചേട്ടത്തിയമ്മ, ഒരു കാര്യം ചെയ്യൂ, ലക്ഷ്മണൻ വരച്ച രേഖ, രാമന്റേത് പോട്ടെ, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, ഇനി എന്നെയും കൂടെ പറഞ്ഞു വിട്ടിട്ട് ഒരു സ്നേഹം നോക്കൂ, ഒരു അമ്മയുടെ അടുത്തുള്ള പോലെ സ്നേഹം. ഈ വാക്കുകളും ഉണ്ട്. എന്നെ എന്താ പറയാ, എന്റെ ഒരു കത്തിച്ചാമ്പലായി കഴിഞ്ഞു ഞാന്, എന്റെ ശരീരവും മനസ്സും ഒക്കെ അങ്ങ് അമ്മയുടെ വായിൽ നിന്ന് ഇത് കേട്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഈ ലക്ഷ്മണ രേഖ മാത്രം അവിടുന്ന് കടന്നു വരരുത് എന്ന് പറയാ. കാരണം ആരെങ്കിലും ഒക്കെ വേഷം കെട്ടി വന്ന് അമ്മയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും, അതുകൊണ്ട് വരരുത്. ശരി എന്നൊക്കെ പറയുന്നുണ്ട് സീത. അപ്പോ എന്തായാലും നീ ഒന്ന് പോയാ മതി, എന്നുവെച്ചാൽ പെട്ടെന്ന് എന്റെ ഭർത്താവിനെ രക്ഷിക്കും. ഉടനെ മനസ്സങ്ങനെ ഭർത്താവിനെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു തലത്തിലോട്ട് പോവുകയാണ്. എന്റെ ഭർത്താവാണ് എനിക്ക് വലുത്, അത് അദ്ദേഹത്തെ രക്ഷിക്കണം എന്നുള്ള ഒരു
ചിന്തയിലോട്ട് സീത പോവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ മാനിനെ പിടിക്കാതിരുന്ന പോലെ. ഈ കാട്ടിൽ എനിക്ക് മാൻ വേണ്ട, കാട്ടിലൊരു മാനിനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? സീത പറയുന്നത് എനിക്ക് വളർത്തണം, എനിക്ക് ഈ മാനിന്റെ കൂടെ ജീവിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഭർത്താവിന് കാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. പക്ഷെ ആ മായ വന്നിട്ട് എന്ത് ചെയ്തു? മറച്ചു കളഞ്ഞു. ചില കാര്യങ്ങൾ അഡമന്റ് ആയിട്ട് നിന്ന് ഓരോരുത്തരെ തന്നിൽ നിന്ന് അകറ്റുക. അതാ പറഞ്ഞ രാവണനും അവസാനം എന്താ, ആ കാലമെടുത്തപ്പോ ആ ഒരു മക്കള് മരിച്ചു, കൊച്ചുമക്കൾ മരിച്ചു, അമാത്യര് മരിച്ചു, രാജ്യത്തിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഒറ്റയ്ക്ക് നിന്നിട്ടും പറയാണ് എന്താ, ഒന്നി എനിക്ക് സീതയെ കിട്ടണം, ഇല്ലെങ്കിൽ രാമബാണമേറ്റ് ഞാൻ മരിക്കട്ടെ, രണ്ടായാലും എനിക്കാണ് ലാഭം എന്ന്. നോക്കൂ, അപ്പോഴും രാവണൻ പറയാണ് രാമൻ ആരാണെന്ന് നന്നായിട്ട് അറിയാം, രാമന്റെ ബാണം കിട്ടിയാൽ മോക്ഷമാണെന്നും അറിയാം. അപ്പൊ അദ്ദേഹം ഒന്ന് പറയണ, എന്തായാലും ഞാൻ ഒറ്റയ്ക്കായാലും രാമന്റെ അടുത്ത് യുദ്ധം ചെയ്യും, ഒന്നി എനിക്ക് സീതയെ കിട്ടും, എന്റെ ആഗ്രഹം നടക്കും. ഈ പ്രപഞ്ചത്തില് ശരീരം എടുത്തപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായതാണ്, അത് നടക്കും. ഇല്ലെങ്കിലോ രാമബാണം കിട്ടും, രണ്ടായാലും എനിക്ക് ലാഭം. അപ്പോ ചില ആളുകള് ഈ പറഞ്ഞ എന്താ രാക്ഷസന്മാരെന്ന് പറഞ്ഞവര് ചില നിശ്ചയങ്ങൾ എടുത്താൽ എത്ര കർമ്മങ്ങൾ എത്ര മോശമായാലും അവരത് ചെയ്തേ തീരുള്ളൂ. അപ്പൊ അങ്ങനെ ലക്ഷ്മണരേഖ വരച്ചിട്ട് എന്താ, പാവം ലക്ഷ്മണൻ കരഞ്ഞു കണ്ണുനീരോട് കൂടി പോവാണ്. അദ്ദേഹത്തിന് അറിയാം രാമൻ ഒന്നും പറ്റില്ല എന്ന്, ഓടിപ്പോയി. അപ്പോ എന്താ, സീതയുടെ ആ കൂർത്ത ശരം കൊണ്ട് ലക്ഷ്മണ ഹൃദയം മുറിഞ്ഞ് ചോര തുള്ളിയായിട്ട് വീഴുകയാണ്. അതിന് പകരമായിട്ടുള്ളതെല്ലാം തന്നെ രാമൻ ലങ്കയിൽ വെച്ച് രാവണവധം കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഏറ്റവും ഉയർന്ന തലമാണ് ഒരു ചാരിത്രം അല്ലെങ്കിൽ പാതിവൃത്യം. ആ ഒരു സ്ത്രീക്ക് അതും സീതയെ പോലെ ഒരു രാജകുമാരി, ജനകന്റെ വിദേഹന്റെ പുത്രിയായിട്ടുള്ള സീതയ്ക്ക് ആ ഒരു ഏറ്റവും ഉയർന്ന തലത്തില് ആ ഒരു ദശരഥന്റെ എന്താ പറയുക മരുമകളായിട്ട് വന്നു കയറി രാമന്റെ ഭാര്യാപദം അലങ്കരിച്ച ആ ദേവിക്ക് ഈ പറഞ്ഞ രാക്ഷസന്മാരുടെ മുമ്പിലും ഒരു കൊരങ്ങന്മാരുടെ മുമ്പിലും സുഗ്രീവാദികളുടെ മുമ്പിലും വെച്ച് ചാരിത്രത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് അഗ്നിപ്രവേശം ചെയ്യണമെന്ന് പറഞ്ഞ ഭർത്താവിന്റെ മുമ്പില് എത്രത്തോളം അധപ്പതിച്ചു പോയി, ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം, ഫോർ എവറി ആക്ഷൻ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരും. അത് നിയതിയാണ്, കാലം എഴുതിയതാണ്. അത് എന്താ പറയാ, ദേവിയുടെ നിശ്ചയമാണ്. എന്താന്ന് വെച്ചാൽ അവിടെ പാർഷ്യാലിറ്റി ഇല്ല. നല്ലത് ചെയ്തോ നല്ലത് മേടിക്കൂ, ചീത്ത ചെയ്തോ ചീത്ത അനുഭവിച്ച് തന്നെ തീരണം. അപ്പൊ രാമൻ എന്താ ഇതൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റില്ലേ? രാമന് നേരത്തെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു സീതയോട്, ഇത് വെറും രാക്ഷസനാണ്, ഞാൻ പോവില്ല എന്ന്? നോക്കൂ, നിയതി അതിന്റെ അനുസരിച്ച് കരുക്കൾ നീക്കി അതിങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കാലചക്രം എന്ന് പറയുന്നത്. കാലചക്രത്തില് എന്തൊക്കെയാണോ ആ ഒരു സൂര്യചന്ദ്രന്മാര് ആ ഭ്രമണപഥത്തിലൂടെ ഈ ഭൂമിയും എല്ലാം നക്ഷത്രങ്ങളും എല്ലാം, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം അനുസരിച്ച് രാവിലെ ഉദിക്കുന്നു. ഇനി എന്തൊക്കെ സൂര്യനെ നിർത്താൻ ആർക്കും പറ്റില്ല, ചന്ദ്രനെ ഉദിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ കർമ്മ നിയമങ്ങളെ, അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഗഹനോ കർമ്മണോ വിധി. ആ കർമ്മത്തിന്റെ വിധി ഗഹനമാണ് അർജുന, അത് നിനക്ക് മനസ്സിലാവില്ല, മനുഷ്യ ജന്മത്തില് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ തീരണം. നമ്മൾ അതുകൊണ്ട് ചോദിക്കരുത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് അവരിങ്ങനെയായി, ഞാനിങ്ങനെയായി, എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങളെല്ലാം ഈ രാമായണത്തിൽ ഈ ഭാഗം തന്നെ തരുന്നുണ്ട്. കാരണം നമ്മളെക്കാളും എത്രയോ ഉയർന്ന തലം സീതയുടെ തലം. സീത എന്ന് പറയുന്നത് ഉഴവുചാലിൽ നിന്ന് നമുക്കിനി അവസാനം മനസ്സിലാവും. ആ അഭിഷേകത്തിന് മുമ്പേ സീത ആരാണ്, ഈ രാമൻ ആരാണ്, ഈ ഉഴവുചാൽ എന്താണ്, അവിടുന്ന് കിട്ടിയ സീത, ഭൂമിപുത്രിയായിട്ടുള്ള സീത ഈ പാതിവൃത്യം തെളിയിക്കാൻ അഗ്നിയിൽ കയറുമ്പോൾ സകല ദേവന്മാരും വന്ന് നിൽക്കുകയാണ്. എന്തിനാണ് സീതയെ അഗ്നിയിൽ വെച്ച്? അഗ്നിയിൽ വെച്ച ആളിനെ അഗ്നി നടക്കണ്ടേ? നമ്മളിപ്പോ മായാസീതയെ ഇപ്പൊ രാമൻ വെച്ചു എന്ന് പറയുന്നു. അഗ്നി എന്താണ്? അഗ്നി സാധനാതലത്തിൽ അഗ്നിയുടെ പ്രാധാന്യം എന്താണ്? അഗ്നി സത്യമാണ്, അഗ്നിയാണ് പ്രപഞ്ച സത്യം, പ്രപഞ്ച സാക്ഷി. എന്തുകൊണ്ട് വിവാഹം ഒരു സാക്ഷി നിർത്തി? നമുക്ക് എന്തിനാ സാക്ഷി? അച്ഛനും അമ്മയും പോലെ നാളെ അച്ഛനും അമ്മയും ശരീരം വിട്ടുപോകാം, പക്ഷെ സാക്ഷിയായിട്ട് പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു സത്യമുണ്ട്, അതിനെയാണ് നമ്മൾ അഗ്നി. അതുകൊണ്ടാണ് അഗ്നി സാക്ഷിയായിട്ട് താലി കെട്ടി 7 ചുവട് വെച്ച് നമ്മൾ മാംഗല്യ സൂത്രം അണിഞ്ഞ് ഭർത്താവിന്റെ കൂടെ പോകുന്നത് പ്രകൃതി പുരുഷ സംയോഗത്തിന് വേണ്ടിയിട്ട്. തന്റെ തലമുറയെ നിലനിർത്താൻ, ധാർമ്മികമായിട്ട് ജീവിക്കാൻ, ധർമ്മത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഒരു ഭാര്യയും ഒരു സ്ത്രീയും പുരുഷനും, തന്റെ ജനിപ്പിച്ച അച്ഛനും ആ ഉദരത്തിൽ ചുമന്ന അമ്മയും സാക്ഷി നിർത്തി അഗ്നിക്ക് സാക്ഷി നിർത്തണം. ബിക്കോസ് ഈ പ്രളയകാലം കഴിഞ്ഞാലും അഗ്നിയുണ്ട് അവിടെ.
നമുക്കറിയാം വേദമന്ത്രം തുടങ്ങുന്നത് തന്നെ എന്താ? അഗ്നിമീളെ പുരോഹിതം, അഗ്നിമീളെ പുരോഹിതം. അഗ്നിയാണ് ആദ്യത്തെ ഗുരു, അഗ്നിയാണ്. അപ്പോ എന്താ ആ ഒരു അഗ്നി പ്രവേശം നടത്തുന്നതും എല്ലാം തന്നെ ഈ ഒരു ചെറിയ ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരാളുടെ മനസ്സിനെ ഒരാളുടെ മനസ്സിനെ കീറി മുറിച്ചെങ്കിൽ സീത എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാം അങ്ങ് അപമാനപ്പെടുത്തി ആ അമ്മ സങ്കടപ്പെട്ട്, രാമ എന്നെ എന്തുകൊണ്ട് ഇനി ഇങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിച്ച് കരഞ്ഞോണ്ട് ആണ് ഈ പറഞ്ഞ അഗ്നിപ്രവേശം ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഒരാളെ കരയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും ആ ഒരു കൂരമ്പേറ്റ് തന്നെ നമ്മളും കരയേണ്ടി വരും എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു സത്യമാണ്. അപ്പോ എന്താ, ആ വാക്കുകൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം. അക്ഷരം എന്ന് പറയുന്നത് എന്താ? ദേവിക്ക് അക്ഷര എന്നൊരു പേരുണ്ട്. നാശമില്ലാത്തവൾ, ഒരിക്കലും നശിക്കാത്തത് വാക്കുകൾ. അതാ ഞാൻ പറയുന്നത്, പ്രപഞ്ചത്തിലെ നല്ല വാക്കുകളും ചീത്ത വാക്കുകളും എല്ലാം നിലനിൽക്കും. അതെല്ലാം എന്താ, എപ്പോഴാണ് അത് ഇല്ലാതാകുന്നത്? ആ കർമ്മങ്ങള് പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ, പ്രപഞ്ചത്തിന് നല്ല അനുഗ്രഹങ്ങളും നല്ല വാക്കുകളും എല്ലാം അവിടെ നിൽക്കും. ചീത്ത വാക്കുകൾ അതെല്ലാം ഓരോ ജന്മം എടുത്ത് അനുഭവങ്ങളിലൂടെ ഇതെല്ലാം ദഹിച്ച് ഇല്ലാതായി പോകും. അങ്ങനെ മാത്രമേ നമുക്ക്, അതാണ് അഗ്നിശുദ്ധി എന്നൊക്കെ പറയുന്നത്. ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ജന്മങ്ങളിലൂടെ പറഞ്ഞത്, ഒരാളെ ശപിച്ചത്, ഒരാൾക്കെതിരെ പറഞ്ഞത്, ഒരാൾക്ക് പാര വെച്ചത്, ഒരാളെ പുകഴ്ത്തി പറഞ്ഞത്, ഒരാൾക്ക് അനുഗ്രഹം കൊടുത്തത്, എല്ലാം തന്നെ ജീവിതത്തില് നല്ലതും ചീത്തയുമായിട്ടുള്ള എന്താ പറയാ അനുഭവങ്ങളായിട്ട് മാറും. അപ്പൊ മാത്രമേ എങ്കിലും അക്ഷരങ്ങൾക്ക്, ശബ്ദങ്ങൾക്ക് പരാപശ്യന്തി മധ്യമ വൈഖരിയിലൂടെ ആ ഒരു 51 അക്ഷരങ്ങളിലൂടെ ഇരിക്കുന്ന അക്ഷര സ്വരൂപിണിയായിട്ടുള്ള ആ ദേവി എന്താ? നിത്യയാണ്. നമ്മൾ കണ്ടു, നിത്യ, നിരാകാര, എന്നും ആ ശാശ്വതമായിട്ടുള്ള ആ അക്ഷരങ്ങൾക്ക് നമ്മൾ കൊടുത്ത ഭാവം മാറിക്കഴിയുമ്പോ എന്താ? അക്ഷരങ്ങൾ ശുദ്ധമായി. അല്ലാതെ അക്ഷരങ്ങൾക്ക് മരണമില്ല. ഈ പറഞ്ഞ 51 അക്ഷരങ്ങൾ പ്രപഞ്ചത്തിന്റെ ബേസ് ആണ്. നമ്മുടെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനാണ് അക്ഷരം എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മുടെ ബുദ്ധി, പ്രപഞ്ചം, ഈ പറഞ്ഞ വേദമന്ത്രങ്ങൾ എല്ലാം അക്ഷര സ്വരൂപങ്ങളാണ്. നമുക്കറിയാം ദേവി മഹാത്മ്യം അക്ഷരമാണ്. ആ അക്ഷരം ദേവിയാണെന്ന് നമ്മൾ പറയും. ലളിതാ സഹസ്രനാമത്തിൽ ഇരിക്കുന്ന 1000 നാമങ്ങൾ അക്ഷരങ്ങളാണ്. ആ ബുക്കിനെ നമ്മൾ തൊട്ട് കണ്ടുവയ്ക്കും. കാരണം അക്ഷരമാണ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് വാക്കുകളായിട്ട് പുറത്തു വരുന്നത്, നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നത്, മാറ്റം വരുത്തുന്നത്. അത് ആലേഖനം ചെയ്യപ്പെട്ട 51 അക്ഷരങ്ങളും ശരീരത്തിന്റെ ഉള്ളിലാണ്, പുറത്തല്ല. അവിടുന്ന് അതാണ് ഞാൻ പറയുന്നത്, വിദ്യ അവിദ്യ തമ്മിലുള്ള വ്യത്യാസം. വിദ്യ എന്ന് പറഞ്ഞാല് ഈ പരമമായിട്ടുള്ള ഈ ബിയോണ്ട്, ശരീരത്തിന് ബിയോണ്ട് ഈ അക്ഷരങ്ങളെ വെച്ചിട്ട്, ഈ ആധാര ചക്രങ്ങളെ കടന്ന് ആ ബിയോണ്ട് ആയിട്ടുള്ള സത്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരാവിദ്യ. ഈ പറഞ്ഞ ഈ പ്രപഞ്ചത്തിനകത്തുള്ള വിദ്യകൾ, നമുക്ക് എന്താ പറയുക, സ്ഥാനമാനങ്ങള്, പണം എല്ലാം വേണം, അതും വേണം. നമുക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ തരുന്നത്, ഉപനിഷത്ത് പഠനം എല്ലാം അപരാവിദ്യ. നമ്മൾ കണ്ടിട്ടുണ്ട് ദേവിയുടെ കയ്യിലിരിക്കുന്ന പഞ്ചബാണങ്ങൾ. ആ പഞ്ചബാണങ്ങൾ എന്താ? ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ പഞ്ചബാണങ്ങളെ വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. കണ്ണ് കാണുന്നു, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്കിലൂടെ ഈ പ്രപഞ്ച ബോധത്തെ നമ്മൾ കാണുന്നു. എന്നിട്ട് ദേവി എന്താ വെക്കുന്നത്? പഞ്ചബാണങ്ങൾ, പാശവും അങ്കുശവും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ഈ പാശം, ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ ചെന്ന് ഓരോന്നിലോട്ട് ചുറ്റും, ഓരോന്നിൽ പിടിക്കും. എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്, അങ്ങനെ എൻ്റെ ഞാന്, എൻ്റെത്, എനിക്കുള്ളതെന്ന് പറഞ്ഞ് ഈ 5 ബാണങ്ങളിലൂടെ പോകുന്ന പ്രവർത്തിക്കുന്ന മനസ്സെന്ന് പറയുന്നത് എന്ത് ചെയ്യും? പാശം. ആ പാശമായിട്ട് നമ്മൾ ബന്ധിക്കും, കെട്ടും, ഓരോന്നിലും ചെന്ന് കെട്ടും. എന്നിട്ട് ദേവി അവിടെയും വെച്ചിട്ടുണ്ട് അങ്കുശം, ക്രോധമാകുന്ന അങ്കുശം വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ അറുത്ത് കളയും. പശു പാശ വിമോചിനി. അമ്മ എന്താ? നമ്മൾ ഈ പശുക്കളുടെ, നമുക്ക് ബോധമില്ല, ഇന്ദ്രിയങ്ങളുടെ പുറകെ നടക്കുന്നവരെല്ലാം പശുക്കള്. പശു എത്രയോ ഉയർന്നതാ, നമുക്ക് പാല് തരുന്നു, അതിന്റെ എല്ലാം തന്നെ പ്രയോജനമുള്ളതാണ്. നമ്മൾ ചെറിയ വികാരങ്ങളെ കൊണ്ട് ഓരോരുത്തർ കെട്ടിയിട്ടിരിക്കണം. അത് മോചിപ്പിക്കാൻ അമ്മ തന്നെ വേണം. കാരണം ആനത്തൊട്ടിയാ കയ്യിൽ വെച്ചിരിക്കുന്നത്. ആന എന്ന് പറയുമ്പോൾ മനസ്സിന്റെ പ്രതീകം, തുമ്പിക്കൈ ആട്ടിക്കൊണ്ടിരിക്കും, അതിന് എന്തെങ്കിലും ഒരു പിടി വേണം. അതിനൊരു കമ്പ് വെച്ചു കൊടുക്കുമ്പോൾ അതിന്റെ തുമ്പിക്കൈയുടെ ആട്ടം നിർത്തും. അതുപോലെ മനസ്സ് പലതിലോട്ടും ഒരു കുരങ്ങനെ പോലെ. അതാണ് ശരിക്കും പറഞ്ഞ ഈ മാർജാരജ്ഞായം, ഈ പറഞ്ഞ എന്താ പറയാ, കൊരങ്ങന്റെ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ. മാർജാരം എന്ന് പറയുന്ന ആ ചക്രങ്ങളെ കയറ്റി കൊണ്ടുപോകുന്ന ദേവിയുടെ ഒരു പ്രത്യേകതരം. മറ്റത് എന്താ? ഓരോ കൊമ്പിൽ നിന്ന് ഓരോ കൊമ്പിലോട്ട് ചാടി പോകുന്ന മനസ്സ്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ ദേവി എന്താ വെച്ചിരിക്കുന്ന? അങ്കുശം. അപ്പോ ഇത് നിയന്ത്രണം വിധേയമായിട്ടുള്ള മനസ്സ് മാത്രമേ അവിടെ മാത്രമേ സത്യവും ധർമ്മവും തെളിയുള്ളൂ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓരോ വാക്കുച്ചരിക്കുമ്പോഴും അത് നശിക്കാത്തതായിട്ട് പ്രപഞ്ചത്തിൽ കാണും. ആ പ്രപഞ്ചത്തിൽ നിന്ന് അത് തിരിച്ച് ബൗൺസ് ചെയ്ത്, നമ്മുടെ ഒരു പന്ത് എറിഞ്ഞാൽ എത്ര സമയം എടുക്കുമോ തിരിച്ചു വരാൻ, അത്രയും സമയത്തിൽ തന്നെ ഒരു വേടന്റെ ഭാര്യ പോലും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
താൻ നിരന്തരം. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് അസ്ത്രമായിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ എന്താ ഒരു നമ്മളെ കീറി മുറിക്കുന്ന പോലെ അത് തിരിച്ചു വന്ന് നമ്മളും അതുപോലത്തെ ഒരു സന്ദർഭത്തിലൂടെ, വേറെ ആളുകളായിരിക്കാം, വേറെ സാഹചര്യങ്ങളായിരിക്കാം, പക്ഷെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്ത്, എങ്ങനെ, എപ്പോ, ഈ ചോദ്യങ്ങളും കൊണ്ട് ഒരിടത്തോട്ട് ഓടേണ്ട കാര്യമില്ല. സ്വയം ചിന്തിക്കുക, എന്റെ കർമ്മങ്ങളാണ് എനിക്ക് വന്നതെന്ന്, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലുത്. സൈലൻസ് ഈസ് ഗോൾഡൻ എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിന്റെ നിയാമക ശക്തി അറിയുക. അങ്ങനെ ആ അറിവ്, അതാണ് സാധനയില് നമ്മൾ എടുക്കേണ്ടത് ഇതിൽ നിന്ന്. അപ്പൊ എന്താ കാര്യങ്ങളൊക്കെ ഒരുവിധം ശരിയായി. എന്താ പറയുക, ആശ്രമമൊക്കെ പരിസരമൊക്കെ ക്ലീൻ ആയി. രാമൻ പോയി, ലക്ഷ്മണൻ പോയി. ആ പറഞ്ഞ ജഡായു കുറെ ദൂരത്ത് ഇരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഇപ്പൊ രാവണൻ വരുമെന്നോ സീതയെ മോഷ്ടിക്കുന്ന കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചു എന്ന് അറിഞ്ഞപ്പോ ആര് വന്നു? നമ്മുടെ യഥാർത്ഥ കൾപ്രിറ്റ് അവിടെ വന്നു കഴിഞ്ഞു. രാവണൻ ആരുടെ വേഷത്തിൽ വന്നു? നല്ല ഒരു ഭിക്ഷുവിന്റെ ഒരു ജഡ വൽക്കലങ്ങളോടുകൂടി. കണ്ടാൽ ആരും ഒരു തേജസ്വിയായിട്ടുള്ള രാവണൻ ചില്ലറക്കാരനൊന്നുമല്ല. നമ്മൾ ഇനി കാണുന്നുണ്ട് രാവണൻ ആരാണെന്ന്. ആ രാവണൻ അവിടെ സാമവേദിയാണ്. സാമവേദം മുഴുവനും ജപിക്കും. കൈലാസം അടുത്ത് അമ്മാനമാടും. ശിവഭക്തനാണ്. അത്ര ഉയർന്ന തലമാണ്. പക്ഷെ ഈ കാമം എന്ന് പറഞ്ഞ ഒരു വികാരമാണ് അദ്ദേഹത്തെ കൊണ്ട് 10 ഇന്ദ്രിയങ്ങളും പുറത്തോട്ടായി പോയി. അകത്തോട്ടുള്ള ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തോട്ട്. അദ്ദേഹം നേടാനുള്ളതെല്ലാം നേടിയെടുക്കും. പക്ഷേ ഈ ഒരൊറ്റ ദുർഗുണം കൊണ്ട് അദ്ദേഹത്തിന്റെ സർവനാശം സംഭവിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് അവിടെ വന്നു. ഭിക്ഷാം ദേഹി ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. ലക്ഷ്മണരേഖ നോക്കിയപ്പോ ലക്ഷ്മണരേഖയിൽ നിന്ന് തീ കത്ത് അഗ്നി. ആ ലക്ഷ്മണന്റെയും രാമന്റെയും വാക്കൊക്കെ അഗ്നി സ്വരൂപങ്ങളാണ്. ആ വരയിൽ നിന്ന് അഗ്നി വരിക. ഇദ്ദേഹത്തിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തു? അതിന്റെ പുറകില് വെളിയിൽ നിന്ന് വിളിക്കുകയാണ്, അമ്മ ഇത് ഇവിടെ ആരുമില്ലേ, എനിക്ക് ഭിക്ഷ തരൂ. ഭിക്ഷ എന്നുള്ള വാക്കിനെ പോലും എത്ര താഴ്ത്തിയാണ് ഈ രാവണൻ കൊണ്ടുവന്നത് നോക്കൂ. ആ ബ്രഹ്മജ്ഞാനികൾക്ക് കൊടുക്കുന്നതാണ് ഭിക്ഷ. ആ ഒരു എന്താ പറയാ, ഭിക്ഷ എടുത്ത് ജീവിക്കുക. ഒരാള് സന്യാസം സ്വീകരിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം തന്നെ കാശി വിശ്വനാഥൻ ഭിക്ഷുവായിട്ട് കപാല ഭിക്ഷ നടന്ന കാലത്ത് ബ്രഹ്മാവിന്റെ തലനുള്ളി അദ്ദേഹത്തിന് എന്താ പറയാ ബ്രഹ്മഹത്യ പാപം വന്നിട്ട് ഭിക്ഷുവായിട്ട് അലയുന്നുണ്ട് നമ്മുടെ ശിവഭഗവാൻ. അദ്ദേഹം എന്താ കപാലം എടുത്തിട്ട് ഭിക്ഷ നേടി. 7 വീട്ടിലെ ഭിക്ഷ വാങ്ങിക്കാവൂ. ഭിക്ഷ എടുക്കുന്നതേ കുക്ക് ചെയ്ത് കഴിക്കാവൂ. ഭിക്ഷയില് 7 ഭാഗം കിട്ടിയാൽ 6 ഭാഗം ദാനം ചെയ്യണം. അതിൽ 1 ഭാഗമേ തനിക്ക് കഴിക്കാവൂ. ആ ആളിനെയാണ് നമ്മൾ ഭിക്ഷു എന്ന് പറയുന്നത്. ഇദ്ദേഹമോ കാമത്തിന്റെ ഭിക്ഷ തേടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കയ്യിലൊരു എന്താ പറയാ ഭിക്ഷാപാത്രവും കൊണ്ട് എന്താ പറയാ ആ ഭോജ്യ വസ്തുക്കൾ, തന്റെ സ്ഥൂല ശരീരത്തെ എന്താ പോഷിപ്പിക്കുന്ന വസ്തുക്കൾ ചോദിച്ചിട്ട് എനിക്ക് ഭിക്ഷ തരൂന്ന് സീതയോട് പറയുക. ആ വരയുടെ വെളിയിൽ നിന്ന് സീത എല്ലാം മറന്നുപോയി. രാവണൻ എന്താ ഇങ്ങനെ രാക്ഷസന്മാരുണ്ട് സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ആ ഒരു കുറ്റബോധം ലക്ഷ്മണനെയും കൂടെ അകറ്റിയല്ലോ. ലക്ഷ്മണൻ എന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ് തലമുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു കുത്തല് നമുക്കുണ്ടാവും. അയ്യോ ചെയ്യണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു, പക്ഷെ ചെയ്തു പോയി. പക്ഷെ നമ്മൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ മനസ്സ് ഉടനെ തന്നെ ക്ഷമ ചോദിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഒരു സാധകർക്ക് ഉണ്ടാവണം. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഉടനെ ക്ഷമ ചോദിക്കുക. അവിടെ കഴിഞ്ഞു. അത് പിന്നെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത് പിന്നെയും കൊണ്ടുപോകുമ്പോഴാണ് എന്താ ഇത് വലുതായി വരുന്ന ക്ഷമിക്കാൻ പറ്റാത്തതായി ശാപദോഷങ്ങളായിട്ട് മാറുന്നത്. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ സീത ഉടനെ തന്നെ മനസ്സിലൊന്ന് ചോദിച്ചു, ലക്ഷ്മണ വിഷമിക്കാതിരിക്കൂ, വിഷമം കൊണ്ട് പറഞ്ഞതുമാണ്, നീ എന്താ ചേട്ടനെ നോക്കാൻ പോവാത്തത് എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഭത്സിക്കാതെ അദ്ദേഹത്തിന്റെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് ഓടിച്ചു കളയുക ചെയ്തത്. ആ മനസ്സിലെ ദുഃഖം എല്ലാം സീത മറന്നുപോയി. അവിടെ വരച്ചതും മറന്നുപോയി. എന്താ പറയാ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടെ ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഈ ഭിക്ഷാന്തേഹി വരുന്നതും ഈ പറഞ്ഞ മുനിവേഷധാരിയായിട്ടുള്ള രാക്ഷസൻ അവിടെ വന്നു. ഈ പറഞ്ഞ ഭിക്ഷ ചോദിക്കണു, നോക്കുന്നു. ഇദ്ദേഹം ആ വര മറന്നിട്ട് എന്ത് ചെയ്തു? സീത ആ വര കടന്ന് ലക്ഷ്മണരേഖ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. ആ എന്താ പറയാ രേഖ കടന്ന് ഉടനെ തന്നെ യഥാർത്ഥ രൂപം പ്രാപിക്കുകയാണ് ഭിക്ഷു. രാവണന്റെ രൂപം വരികയാണ്. ഉടനെ തന്നെ പുഷ്പക വിമാനം വന്നു. ആ സീത നിന്ന മണ്ണോടുകൂടി എന്ന് 2-3 രാമായണത്തില് പല രീതിയിലാണ് പറയുന്നത്. ഞാന് ഒരു 6 രാമായണമെങ്കിലും തുളസീദാസന്റെ രാമായണം ചിലർ പറയുന്നുണ്ട് മണ്ണോടുകൂടി സീതയെ തൊടാൻ ആർക്കും പറ്റില്ല. പക്ഷെ മായാ സീതയായിട്ട് തൊട്ടു, കൈ പിടിച്ച് വലിച്ചു കയറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് നമുക്കറിയാം. നമുക്ക് ഏതായാലും കയറ്റി പുഷ്പക വിമാനത്തില് ഈ പറഞ്ഞ സീതയെ രാവണൻ കട്ടോണ്ടുപോയി. യഥാർത്ഥമായിട്ടുള്ള സത്യം നടന്നു. സീത ഒരു മനുഷ്യ ജന്മത്തിലുള്ള അധപതി താണുപോയി. രാവണൻ രാക്ഷസീയ സ്വഭാവമുള്ളവനായി മാറി. കാരണം എന്താ? പരപുരുഷന്റെ ഭാര്യയാണ്. ധർമ്മത്തിൽ ജീവിക്കുന്ന ആരും പരപുരുഷന്റെ ഭാര്യയെ നോക്കുക പോലുമില്ല. ഇത് രണ്ടും സംഭവിച്ചു. സീതയ്ക്ക് ആ മനുഷ്യത്വം
ശരിക്കും മനുഷ്യ സ്വഭാവം. അത് ആ പദത്തിൽ നിന്ന്, ധർമ്മഭക്തി എന്നുള്ള പദത്തിൽ നിന്ന് താഴ്ന്ന് വേറൊരു പുരുഷൻ കൈ പിടിച്ച് കയറ്റുക, അല്ലെങ്കിൽ മണ്ണോടുകൂടി പൊക്കിയെടുക്കുക, എങ്ങനെയോ ആയിക്കോട്ടെ, എന്താ ആ ഒരു തലത്തിലെത്തി പുഷ്പക വിമാനത്തില് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ജഡായു കാണുന്നത്, ആ അപഹരിക്കപ്പെടുന്ന കാണും. ജഡായു രാമന്റെ സുഹൃത്താണ്. തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് പുഷ്പക വിമാനത്തിന്റെ പൊടിക്കൂറി ആദ്യം വന്ന് കൊത്തി അതിനെയെല്ലാം പറിച്ചു, ഒരുപാട് കഷ്ടം, ചിറകിട്ടടിച്ചു, വിമാനത്തെ നിർത്താൻ നോക്കുന്നുണ്ട്, രാവണന്റെ ദേഹത്തിൽ കൊത്തി കീറുന്നുണ്ട്. എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ നോക്കിയോ അത്രത്തോളം എന്താ പറയാ രാവണനെ പരാജയപ്പെടുത്തി. ജഡായു എന്ന് പറയുന്ന വലിയ ഒരു എന്താ പറയാ ഒരു ആത്മശക്തിയുള്ള, അത് പക്ഷിയായിട്ടൊന്നും കാണാൻ പറ്റില്ല, അത്ര ഉയർന്ന തരം സമ്പാദിയും ജഡായും. അപ്പൊ എന്താ ഇനിയിപ്പോ ഈ ചിറക് വല്ലത് മുറിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ രാവണൻ എന്ത് ചെയ്യുന്നു, തന്റെ വജ്രായുധം കൊണ്ട് ഈ പറഞ്ഞ ജഡായുവിന്റെ ചിറക് മുറിച്ചിടുകയാണ്. അപ്പൊ രാമൻ വരുന്നിടം അപ്പൊ കരഞ്ഞുകൊണ്ട് സീത പറയണ, അല്ലയോ എന്നെ ഇങ്ങനെ ഒരു രാക്ഷസൻ വന്ന് പൊക്കിക്കൊണ്ടുപോയി, രാമൻ വരണവരെ നിനക്ക് ജീവൻ കിടക്കണം, നീ ഇവിടെ കിടക്കണം, എന്റെ അനുഗ്രഹമാണിത്, രാമൻ വരുമ്പോ ഈ വിവരം നീ പറയണമെന്ന് പറയാണ്. ആ ഒരു എന്താ പറയാ രാമന്റെ ആ ഒരു രാമൻ സൂക്ഷിക്കുക ആ ഒരു വിശ്വാസം നോക്കൂ, ആ ഒരു പക്ഷിയിലുള്ള വിശ്വാസം. തന്റെ അച്ഛന്റെ സുഹൃത്താണ്, ആ സുഹൃത്ത് നല്ല ആളാണെന്ന് രാമൻ അറിയാം. ജഡായുവിനോട് പറയണ എന്റെ ഈ പർണാശ്രമത്തിനൊന്ന് നോക്കിക്കോളേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സീതയെ അപഹരിച്ച് കൊണ്ടുപോയപ്പോ കണ്ടത്. അദ്ദേഹം ഉടനെ തന്നെ തന്റെ എന്താ പറയാ സ്വന്തം സുഹൃത്തിന്റെ മകൻ പറഞ്ഞത് വിശ്വസിച്ച് തന്റെ ജീവൻ വരെ ബലികരിക്കാൻ ജഡായു തയ്യാറാകുകയാണ്. ആ ജഡായുവാണ് ചിറകറ്റി ഇപ്പൊ താഴെ കിടക്കുന്നത്. അപ്പൊ സീത പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് വരുമ്പോ ഈ വിവരമെങ്കിലും ഒന്ന് പറയണം, അതുവരെ നിന്റെ ജീവൻ കിടക്കട്ടെ. ഇങ്ങനെ എന്താ പറയാ അവസാനം വെള്ളം കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ മരണവെപ്രാളപ്പെട്ട് ജഡായു അവിടെ കിടക്കുകയാണ്. ആ പക്ഷി ശ്രേഷ്ഠൻ എന്താണ് കിട്ടിയത് റിവാർഡ്? ആ ചെയ്തതിന് ആത്മാർത്ഥമായിട്ട് ആ സീതയെ രാമൻ പറഞ്ഞതുപോലെ ആ രാമവാക്യങ്ങൾ, ആ സത്യത്തിനെ പാലിച്ച ജഡായുവിന് കിട്ടിയത് രാമന്റെ മടിയിൽ വെച്ചുള്ള മരണം. ആ പക്ഷി ശ്രേഷ്ഠത രാമൻ അന്ത്യക്രിയകൾ ചെയ്യുക. നോക്കൂ, തന്റെ സ്വന്തം സീമന്ത പുത്രന്റെ വിയോഗം കൊണ്ട് ദുഃഖിച്ച് മരിച്ചതാരാണ്? ദശരഥൻ. ആ ദശരഥന് രാമനെ കണ്ട് മരിക്കാൻ പറ്റുമോ? ഇത്രത്തോളം പുത്രവാത്സല്യം കൊണ്ട് അന്ന് അന്ധനായിട്ടുള്ള ഒരാളാണ്. 4 പുത്രന്മാരിൽ വെച്ച് ഏറ്റവും സ്നേഹമുള്ളത് രാമനോടായിരുന്നു. ആ രാമൻ പോയി, ആ രാമന്റെ മടി, രാമന്റെ വെള്ളം വാങ്ങിച്ചു കുടിച്ച് മരിക്കണം എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു. ചുരുക്കം എന്താ, 4 മക്കളും അടുത്തില്ലാത്തപ്പോ ദശരഥൻ പോയി. നോക്കൂ, ഓരോ കർമ്മങ്ങളുടെ ഗതി നോക്കൂ. ഒരു പക്ഷിക്കോ, ആ പക്ഷിക്ക് ഒരു നല്ല സത്യത്തിൽ ജീവിച്ച ഒരു പക്ഷി തന്റെ രാമവാക്യം അതുപോലെ ശിരസാ വഹിച്ച് തന്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായ ജഡായു ആ രാമന്റെ മടിയില് കിടന്ന് മരിച്ചു എന്ന് മാത്രമല്ല അന്ത്യക്രിയകൾ ഏറ്റുവാങ്ങി. അതിൽക്കറിയാം ഇനി മോക്ഷപ്രാപ്തി, അദ്ദേഹം വൈകുണ്ഠമല്ല, അദ്ദേഹത്തിന് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത പക്ഷിയുടെ ജന്മം അതിൽ നിന്ന് ഉയർന്ന ഒരു ജന്മത്തിലേക്ക് ആ അന്ത്യക്രിയകളും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ അത് രാമൻ വിഷ്ണുപാദത്തിലാണ് നമ്മൾ ഓരോ പിതൃക്കളെ ലയിപ്പിക്കുന്നത്. ആ രാമൻ തന്നെ ആ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ പിന്നെ ജഡായുവിന്റെ സ്ഥിതി എന്താ? അദ്ദേഹം കൈവല്യമുക്തി നേടി. അത് സ്വകർമ്മഗതി ആർക്കും മാറ്റാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ എന്താ ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ഒരു കാണ്ഡം കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? അതായത് രാമബാണം കൊണ്ട് രാക്ഷസനായ മാരീചൻ എന്താ മുനിയായിട്ട് മാറി. അതായത് ഉത്തമ പ്രവൃത്തി കൊണ്ട് ഒരു രാക്ഷസന് രാമന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ആ ഒരു എലിജിബിലിറ്റി അദ്ദേഹം നേടിയെടുത്തു അല്ലെ. അവസാനം മാരീചനായിട്ട് സ്വർണ്ണമാനായിട്ട് വന്നെങ്കിലും രാമബാണം കൊണ്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും ജന്മങ്ങൾ ഉണ്ടാവും. അപ്പോഴും കള്ളം പറഞ്ഞിട്ടാണ് മരിക്കുന്നത്, രാമാന്ന് വിളിച്ചിട്ട്. അതെല്ലാം രാമൻ അറിയാം. എന്നാലും ആ പുണ്യം രാക്ഷസ ജന്മത്തിൽ ജനിച്ചിട്ട് പോലും മാരീചന് കിട്ടി. കാരണം പ്രവൃത്തി, ആ ഉത്തമ പ്രവൃത്തി. കാരണം രാമബാണം കൊണ്ട് ഈ പറഞ്ഞ മാരീചൻ മുനിയായിട്ട് മാറി. കുറച്ചു കാലമെങ്കിലും സത്പ്രവൃത്തി ചെയ്തു, ജപിച്ചു, ധ്യാനം, തപസ്സൊക്കെ ചെയ്തു. വീണ്ടും പ്രേരണ കുറ്റമുണ്ട്. രാവണനാകുന്ന ആളിന്റെ പ്രേരണ കൊണ്ട് എന്താ രാവണന്റെ കൈ കൊണ്ട് മരിക്കാതെ രാമന്റെ കൈ കൊണ്ട് മരിച്ചു, മുക്തിപദം പ്രാപിച്ചു. മുക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാരീചൻ ഇനി വേറെ ചില കഥകളിൽ പറയുന്നുണ്ട് എന്താ അവസാനം പിന്നെയും 1-2 ജന്മങ്ങളും കൂടെ എടുത്ത് അത് ഉയർന്ന ജന്മം. രാമന്റെ കൈകൊണ്ട് മരിച്ചുകൊണ്ട് ഉയർന്ന ജന്മം. അദ്ദേഹം കള്ളം പറഞ്ഞതിന്റെ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിച്ചിട്ട് അദ്ദേഹം ഉയർന്ന് ആ പരമപദത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഉന്നതമായ ജീവിതഗതി വേണമെങ്കിൽ സത്തുക്കളുമായിട്ട് സംഘം വേണം, സത്സംഗം വേണം. നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. അതായത് ഏറ്റവും ഉയർന്ന സത്യമാണെന്ന് അറിയണം. സത്യം എന്ന് പറഞ്ഞാൽ സത്താണ്, എക്സിസ്റ്റൻസ് ആണ്, ഉണ്മയാണ്, പരശിവ തത്വമാണത്. അതിനെ മാറ്റാൻ പറ്റില്ല. ഒന്നും എല്ലാം അതിൽ നിന്നുണ്ടായി അതിൽ നിന്ന് ലയിക്കുന്ന ഒരു പരമമായിട്ട് സത്യം. ഒന്നായ മാമതി,
അതിൽ നിന്നാണ് ഈ പറഞ്ഞ ത്രിപുടികളെല്ലാം നമ്മൾക്ക് എന്താ പറയാ ജനനി നവരത്ന മഞ്ജരിയിൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തൻ മതി മറന്ന്, തന്റെ മതി മറന്നു പോകും, തന്റെ ബുദ്ധി മറന്നു. കാരണം എന്താ? അന്നാദിയാം, ആ ഈ പറഞ്ഞ അന്നാദിയാം കടലില്, ആ എന്താ പറയാ സ്ഥൂല ശരീരം അന്നം കൊണ്ടുണ്ടാകുന്ന കടലില് വീണ് എന്താ പറയാ നമ്മളെല്ലാം എന്താ പറയാ നമ്മളെ തന്നെ മറന്നു പോകും. അന്നാദിയിൽ പ്രിയം ഉയർന്ന് ആടലാം കടലിൽ, ദുഃഖമായിട്ടുള്ള കടലിൽ വീണ് ഒന്നായി വീണ് മറയും. ആശയം പെരും നാദഭൂമിയിൽ, എന്റെ ആശയം ഞാൻ എന്താണ്, എവിടെ നിന്ന് വന്നു? ഓംകാരമാകുന്ന പ്രണവ ശബ്ദം, അതാണ് ആശയം പെരും നാദഭൂമി. പെരുംനാദ ബിഗ് ബാങ് തിയറി, ഓംകാരം പ്രണവം, ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ ആദിമ ശബ്ദം, അകാര ഉകാര മകാരങ്ങൾ, അതിൽ നിന്ന് ഹ്രീങ്കാരത്തിലൂടെ ഈ പ്രപഞ്ചം, അർത്ഥമാത്ര ബിന്ദു, ഇതിൽ നിന്നുണ്ടായി ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ആടലാം കടലിൽ വീഴാൻ കാരണം എന്താണ്? അന്നാദിയിൽ, ഈ പറഞ്ഞ ആഹാരത്തില്, ഈ അന്നമയ ശരീരം, ഈ പറഞ്ഞ സ്ഥൂല ശരീരത്തിൽ എന്താ അതാണെന്ന് ഭ്രമിച്ചിട്ട് എന്താ അതായി തീർന്നു. ഉടനെ തന്നെ എവിടെ വീണു നമ്മള്? ആടലാം കടലിൽ. എന്നും ദുഃഖമാണ്, ആ ശരീരം കൊണ്ടുള്ള ദുഃഖം, ശരീരത്തിന് ദുഃഖം, ശരീരം കൊണ്ടുള്ള ദുഃഖം, ശരീരത്തിലിരുന്ന മനസ്സ് ചെയ്യുന്ന ദുഃഖം, എല്ലാം ആദിഭൗതികം, ആദിദേവികം, ആധ്യാത്മിക എല്ലാ ദുഃഖങ്ങളും നമ്മുടെ ഈ ശരീരത്തിലോട്ട്. എന്താ, ഒരു പോത്ത് വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുമ്പോ ഈച്ചകൾ വന്ന് കയറുന്ന പോലെ, ഏത് ഗംഗാജലത്തിൽ മുങ്ങിയിട്ട് പൊങ്ങിയാലും പോത്തിനറിയില്ല അത് ഗംഗാജലമാണെന്ന്. അവിടെ അത് പൊങ്ങുമ്പോ ഈച്ചകൾ വന്നിരിക്കും. അതുപോലെ നമ്മളെന്താ എവിടെയൊക്കെ പോയാലും നമ്മുടെ മനസ്സ് എപ്പോഴും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കിടക്കും. അതാണ് പെരും നാദഭൂമിയിൽ എന്താ പറയാ അമർന്ന് ആ വിരാപ പടരും. നമുക്ക് ഈ ഓങ്കാരത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നേ ഇല്ല. നമ്മളെ വഴി നമ്മൾ മറന്നുപോയി, വന്ന വഴി. എന്ത് ചെയ്യണം? ഇനി എന്നാണ് ചെയ്യണം? നമുക്ക് ചിന്നാഭിയിൽ, നമ്മുടെ ഉള്ളില്, നമ്മുടെ നാഭീപത്മത്തില് ആ ത്രിപുടി മുടിയണം. ആ ഒരു അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യണം. ഒരു ശിശു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ എങ്ങനെയാണോ അതിനെ ഇൻഡിപെൻഡന്റ് ആക്കുന്നത്, അമ്മയുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്ത് ആ കുഞ്ഞിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കും. നമ്മുടെക്കും ഒരു പൊക്കിൾ കൊടിയുണ്ട്, ആരും കട്ട് ചെയ്യാതിട്ടിരിക്കുന്ന ഒരു പൊക്കിൾ കൊടി. ആരുമായിട്ട്? നമ്മുടെ ആ ഒരു അമ്മയുമായിട്ട്, നമ്മുടെ ആ ദേവിയുമായിട്ട്, പരാശക്തിയുമായിട്ട് നമ്മുടെ ആത്മബന്ധം, അതാണ് ആത്മാവിന്റെ ബന്ധം. ആത്മാവാണ് ശാശ്വതം, ആത്മാവാണ് സത്യം, നിത്യം, ഒരിക്കലും മാറാത്തത്. അതുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ മറന്നുപോയി. കാരണം എന്താ? ഈ ശരീരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് നമ്മൾ മറന്നുപോയി. പക്ഷെ ശരീരത്തിലിരുന്ന് അതിനെ ഓർമ്മ വന്നു. അതാണ് മുമുക്ഷുത്വം. അതാണ് നമുക്ക് അത് തിരിച്ചറിയണമെന്നുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ആഗ്രഹം. ഇന്ന് നിങ്ങളെല്ലാം കേൾക്കുന്നതും ഞാനിത് പറയുന്നതും നിങ്ങളിലുള്ള ഈ ഒരു മുമുക്ഷുത്വം എനിക്ക് അറിയണം എന്നുള്ള ആഗ്രഹം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആധ്യാത്മിക കാര്യങ്ങൾ ഒരു മിനിറ്റ് പോലും സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റില്ല. എഴുതി വെച്ചോളൂ. അവിടെ മനസ്സിൽ ആ ചിച്ചട ഗ്രന്ഥി ഓപ്പൺ ചെയ്യണം, അത് തുറക്കണം. എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധിയുമായിട്ട് യോജിക്കണം. അതിനുള്ള വഴി പറഞ്ഞു തരൂ. അത് അറിയാനാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നത്, ചെയ്യുന്നത്, പറയുന്നത്, ജപിക്കുന്നത്, സാധന, ഉപാസന എല്ലാം പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം. എൻ്റെ വന്ന വഴി എനിക്ക് അറിയണം. അതാരാണ് അവിടെ ഇരുന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്? അത് എവിടെ എനിക്ക് പോണം? എനിക്ക് അവിടെ കാണണം, കണ്ടുമുട്ടണം, ആ അമ്മയെ സ്നേഹിക്കണം, ആ മടിയിൽ കിടന്ന് ഉറങ്ങണം. എനിക്ക് ഈ ദുഃഖങ്ങൾ ഇനി വേണ്ട, സുഖം വേണം. ആ ആ ആകാശത്തില്, ആ ദഹരാകാശത്തിൽ എനിക്ക് ഇരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കേൾക്കുന്നതും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നതും. ഈ പറഞ്ഞ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധമാക്കുന്നതും എല്ലാം തന്നെ നമ്മൾ അറിയാത്ത ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഇത്. പക്ഷെ അത് നമ്മൾ ജന്മങ്ങളായിട്ട് ചെയ്ത കുറച്ച് പേര്, 10 പേരെങ്കിൽ 10 പേര് ആ ജന്മങ്ങളായിട്ട് ചെയ്ത എത്രയോ പുണ്യങ്ങളുടെ ഫലമായിട്ട് ഇതിൽ നമുക്ക് ആകർഷത്വം വന്നു. എന്തിനെ അറിഞ്ഞാൽ ഇനി വേറൊന്നും അറിയണ്ടേ? എന്ത് കിട്ടിയാൽ വേറൊന്നും വേണ്ടയോ? ഏത് സൗന്ദര്യത്തെ കണ്ടാല്, ഈ ലോകത്തുള്ള ഏത് സുന്ദര വസ്തു മുന്നിൽ വന്നാലും അത് വെറും കരിക്കട്ടായിട്ട് തോന്നും. അതിനെ അറിയാൻ, ആ ഒരു മഹാസൗന്ദര്യത്തിനെ, ആ ഒരു മഹാശക്തിയെ, ആ മഹാകരുണെ, ആ ഒരു സ്നേഹത്തിനെ, ആ അമ്മയെ, ആ എല്ലാത്തിന്റെയും എന്താ പറയുക പേഴ്സോണിഫിക്കേഷൻ, ആ ഒരു പേഴ്സൺ, ഒരാള് ഇതെല്ലാമായിട്ടിരിക്കുകയാണ്. ആ അമ്മയെ അറിയാൻ പോകുന്ന നമുക്ക് പിന്നെ എന്താ ഇനി വേണ്ടത്? അപ്പൊ എന്താ നമ്മൾ ചോദിക്കുന്ന അമ്മയുടെ അടുത്ത്? ചിന്നാഭിയിൽ, എന്റെ നാഭിയിൽ ത്രിപുടി മുടിയണം. അവിടെ എന്ത് വേണം ഈ അമ്മയെ അറിയണമെങ്കിൽ? അമ്മ ഈ വന്ന ത്രിപുടികളെല്ലാം, അതായത് 3 ഗുണങ്ങള്, മുഗുണം എന്ന് പറയില്ലേ, ആ 3 ഗുണം, അതാണ് ത്രൈപുരം, ത്രിപുരം, 3 പുരങ്ങളുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകള്, ത്രിഗുണങ്ങള്, എല്ലാത്തിന്റെയും ആ 3 പുറങ്ങൾക്ക് അടിയിൽ ഒളിച്ചിരിക്കുന്ന ആ മഹാശക്തി, അതിനെ അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ എന്നാണ് അമ്മ ത്രിപുടി എനിക്ക് മുടിയുന്നത്? ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി
കലർന്നാറിടുന്നു ജനനി. എന്താ 6ാം കാരണം? തിളച്ചു മറിയ ആഗ്രഹങ്ങള്. ഇങ്ങനെ ഓരോന്നിന്റെയും പിറകെ പോവുക. പൊന്മാനെങ്കിൽ പൊന്മാൻ, മറ്റു സ്വർണ്ണമെങ്കിൽ സ്വർണം, എന്തൊക്കെയോ ആഗ്രഹങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കലുഷിതമായിട്ടുള്ള ഒരു മനസ്സ്. അത് ആറണം, തണുക്കണം, അത് ഘനീഭവിക്കണം. എവിടെയാണ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വളരെ വളരെ ശാന്തമായിട്ടുള്ള മനസ്സിൽ മാത്രമേ ആ ഒരു ശക്തിയെ, ആ ഒരു നിർലേപയായിട്ടിരിക്കുന്ന നിർമ്മലയായിട്ടുള്ള ആ പാദപത്മങ്ങള്, ആ ഒരു താമരപ്പൂവിന്റെ ഹൃത് പത്മത്തില് ആ 2 പാദപത്മങ്ങളെ നമുക്ക് കാണാൻ പറ്റൂ. അതുവരെ അമ്മയുടെ പാദങ്ങളെ കാണാൻ പറ്റില്ല, പടങ്ങളിൽ കാണാം. അതാണെന്ന് വിചാരിക്കാം, സങ്കല്പിക്കാം. സങ്കല്പം, ആ ഒരു ദൃഢമായിട്ടുള്ള വിചാരം, അതാണ് സങ്കല്പം. സങ്കല്പം നമ്മളെ കുറിച്ച് നന്നായിട്ട് ഈ പറഞ്ഞ ഇനി ദശരഥന്റെ രാമന്റെ സീതയുടെ അഗ്നിപ്രവേശം കഴിഞ്ഞ് എന്താണ് സങ്കല്പം, എന്താണ് യാഥാർത്ഥ്യം, ഒരുപാട് തത്വങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്നത്. അപ്പൊ ആ സങ്കല്പിക്കണം നമ്മള്. എന്നുവെച്ചാൽ തന്ത്രശാസ്ത്രത്തില് സങ്കല്പത്തിന് ഉയർന്ന പ്രാധാന്യമുണ്ട്. ബിക്കോസ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. കാരണം അഷ്ടൈശ്വര്യങ്ങൾ, അണിമ, ലിഖിമ തുടങ്ങിയ നമ്മൾ കണ്ടു, ശ്രീചക്രമാകുന്ന ശരീരത്തിലെ ബാഹ്യ ആവരണങ്ങള് ഓരോന്നും ശക്തികളാണ്, സിദ്ധികളാണ്. ഒരു മനുഷ്യന്, ഈ ഹനുമാൻ എന്ന് പറയുന്ന ആള് ജിതേന്ദ്രിയനായിട്ട് ഈ അഷ്ടസിദ്ധികളുള്ള ആള്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമുദ്രം ചാടിക്കടക്കാൻ പറ്റുന്നതും സീതയെ രക്ഷിക്കാൻ പറ്റുന്നതും. ആ ഒരു കോൺഫിഡൻസിൽ എത്രയോ രാക്ഷസന്മാർ അവിടെ ഇവിടെയൊക്കെ പോയി. 4 ദിക്കുകളിലും സുഗ്രീവൻ ആളിനെ അയക്കുന്നുണ്ട്. ആരുടെ കയ്യിലാണ് മോതിരം കൊടുത്തത്? രാമൻ. അങ്കുലീയം കൊടുത്തത് ആരുടെ കയ്യിലാണ്? രാമൻ ഉറപ്പുള്ള വ്യക്തിയില്, ഇല്ലേ? നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? നമുക്ക് വിശ്വാസമുള്ളവരുടെ അടുത്ത് നമ്മൾ ഏൽപ്പിക്കും. കാരണം അവര് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ട്. ആ ചെയ്യും എന്നുള്ള ഉറപ്പ് കൈവരണമെങ്കിൽ അവർക്ക് സിദ്ധികൾ ഉണ്ടാവണം, അവരുടെ കർമ്മം ശുദ്ധമായിരിക്കണം. നമ്മൾ എപ്പോഴും പറയും, ഈ ആളെ ഏൽപ്പിച്ചാൽ എനിക്ക് പേടിക്കേണ്ട, അദ്ദേഹം ചെയ്തോളും. എത്ര പേരുണ്ട് ഇന്ന് ലോകത്ത് അങ്ങനെ? നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് മുങ്ങുന്നവരുണ്ട്, നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ട്, നമ്മൾ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതാണ്, ഇല്ലേ? അതില് രാമന് വിശ്വാസം വരാൻ കാരണം ഈ പറഞ്ഞ സിദ്ധികൾ നേടിയ ജിതേന്ദ്രിയനായിട്ടിരിക്കുന്ന, തന്റെ ഹൃദയത്തിൽ തന്റെ ഗുരുവും ഗുരുപത്നിയും ഇരിക്കുന്നു, രാമനും സീതയും. ഹൃദയം വലിച്ചു കീറി രക്തം ഒലിപ്പിച്ചാലും അവിടെ കാണുന്നത് എന്താ? അവിടെ രാമനും സീതയും, രാമപാദങ്ങളെ തന്റെ ഹൃദയത്തിൽ വെച്ച ആ ഒരു മനുഷ്യന്, ആ ആളെങ്ങനെ ജിതേന്ദ്രിയനല്ലാതാകുന്നത്? സത്യത്തിലും ധർമ്മത്തിലും സദാ രാമനാമം അദ്ദേഹത്തിന് ലയിപ്പിക്കുക. രാമതത്വം, ഹനുമത് തത്വം നമ്മൾ പ്രത്യേകം തന്നെ കാണുന്നുണ്ട്. കാരണം സാധനയിൽ ഹനുമാൻ എന്ന് പറയുന്ന വാരാഹിയാണ്, വളരെ ഉയർന്ന തലമാണ് ഹനുമാൻ ഉള്ളത്. അത് നമ്മൾ വളരെ വിശദമായിട്ടൊന്ന് കാണും സുന്ദരകാന്ഡം വരുമ്പോൾ. ഇപ്പൊ നമ്മൾ സുന്ദരകാന്ഡത്തിലോട്ട് പ്രവേശിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ മോഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി അടുത്തത്? ആ ഒരു സുഗ്രീവനെ കാണണം, അത് കഴിഞ്ഞ് സഖ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് രാമന്റെ ദൂതുമായിട്ട്, രാമന്റെ അങ്കുലീയവുമായിട്ട് ലങ്കയിലോട്ട് പോകുന്ന ആളാണ് ഹനുമാൻ. അതാണ് സുന്ദരകാന്ഡം, അതാണ് സുന്ദരൻ. അവിടെ സുന്ദരമായ വസ്തുക്കളെയാണ് നമ്മൾ കാണുന്നത്. കാരണം യോഗം ചെയ്യാൻ ആ രാമനെയും സീതയും, ബുദ്ധിയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും, ബുദ്ധിയും മനസ്സിനെയും യോജിപ്പിക്കാൻ, ദൂത് പറയാൻ എല്ലാ ജിതേന്ദ്രിയനായിട്ടുള്ള ഹനുമാന്റെ കയ്യിൽ വിശ്വാസത്തോടു കൂടി രാമൻ തന്റെ അങ്കുലീയം ഏൽപ്പിക്കുകയാണ്. ആ ഒരു മുദ്ര, രാമമുദ്ര ഉള്ളിടത്ത് എപ്പോഴും ജയം മാത്രം. ആ ഒരു വിജയശ്രീയിലാണ് ഇതിനായിട്ടുള്ള രാമൻ. അവിടെ നമ്മൾ അപ്പൊ തന്നെ കണ്ടോളും, ഹനുമാന്റെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് ജയിക്കും, ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല. അദ്ദേഹം പോകുന്നു, സീതയെ കാണുന്നു, സീത തിരിച്ചെന്ത് കൊടുക്കുന്നു? ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല, ഒരു കുരങ്ങനാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് പോലും ആ രാമന്റെ അങ്കുലീയം കൊണ്ടുവന്ന ആളെന്നുള്ള ആ ഒരു സേവകനിലുള്ള വിശ്വാസം, അത്ര ഈ രാമൻ കൊടുക്കണമെങ്കിൽ സീതയ്ക്ക് അറിയാം, അത്രയും വിശ്വാസവും അത്രയും കഴിവും അത്രയും ധർമ്മനിഷ്ഠയുള്ള ആളുടെ കയ്യിലെ രാമൻ കൊടുക്കുള്ളൂ എന്ന്. ആ അമ്മ തന്റെ തലയിലിരിക്കുന്ന ചൂടാമണി കൊടുക്കുകയാണ് അടയാളവാക്യവും. വളരെ രഹസ്യമായിട്ട് തന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തില് അവര് മാത്രം ഇരുന്നപ്പോ പറഞ്ഞ അടയാളവാക്യം, അത്ര വിശ്വാസം. അദ്ദേഹം നാളെ ലോകം മുഴുവൻ വരത്തില്ല എന്നറിയാം. രാമന് വിശ്വാസം വരാൻ വേണ്ടി ഈ ഹനുമാന് കൊടുക്കണം. അപ്പൊ നോക്കൂ, ഈ രാമന്റെയും സീതയുടെയും വിശ്വാസം, രണ്ടുപേരും ഒരുപോലെ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഹനുമാൻ. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട ആരാണ്? നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നതും നമ്മുടെ മനസ്സെന്ന് പറയുന്നതും നമ്മളെ എന്തിനെ ആശ്രയിച്ചായിരിക്കണം? നമ്മുടെ പ്രാണനെ ആശ്രയിച്ചിരിക്കണം. മാരുതി ആ വായുപുത്രനാണ് ഹനുമാൻ. നമ്മുടെ പ്രാണൻ ശുദ്ധമാവണം. നമ്മുടെ പ്രാണൻ ശുദ്ധമായെങ്കിൽ മാത്രമേ മനസ്സിനെ എത്തേണ്ടടുത്ത് ദൂത് ചെന്നിട്ട് എത്തേണ്ടടുത്ത് എത്തിച്ച് ആ രാമനും സീതയും പട്ടാഭിഷേകം നടത്തി ആ ഒരു ഏറ്റവും സുന്ദരമായിട്ടുള്ള യോഗത്തിന് നമുക്ക് ഇടവരുത്താൻ പറ്റും.
അപ്പോ ഹനുമത്തത്വം എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു കുരങ്ങനോ ഒന്നും അല്ല. അത് നമ്മളെ ബാഹ്യമായിട്ട് ഒരു കുരങ്ങന്റെ രൂപമോ ഒന്നും കാണില്ല. അതിന് എത്രയോ ഈ സാധനാ തലത്തിൽ തന്നെ വളരെ ഉയർന്ന വാരാഹി എങ്ങനെയാണോ തന്റെ ആ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ആളിനെ ഈ പറഞ്ഞ ആജ്ഞാചക്രത്തിൽ നിന്ന് ഭൂമി താഴെ പോയപ്പോ ബൃഹത് വാരാഹം ആ വരാഹത്തിന്റെ പത്നിയാണ് വാരാഹി. നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന ദേവി ഒറ്റ ചാട്ടം ചാടുകയാണ്. എവിടെയോട്ട്? തന്റെ അമ്മ, അതായത് ലളിതാ മഹാത്രിപുര സുന്ദരിയായിരിക്കുന്ന കുണ്ടലിനി ശക്തി, ഒരു സാധകൻ വന്നു എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞു. സൈന്യാധിപയാണ് അമ്മ വാരാഹി. ആ വാരാഹി ഈ സാധകനെ എനിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ആ ശക്തി നേരെ പോയി ചെന്നിട്ട് മൂലാധാരത്തിൽ ഇരിക്കുന്ന ഭൂമിയെ ഉയർത്തി തന്റെ തേറ്റയിൽ കൊണ്ടുവരാൻ സാധകനെ സഹായിക്കുകയാണ്. കാരണം ഓടിക്കയറാൻ പറ്റില്ല സാധകന്. ഏറ്റവും മുകളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നത്, ആകാശത്തിൽ നിന്ന് ഭൂമി പതിച്ചു കിടക്കുക. ആ സാധകന് പടി കയറണം ഇല്ലേ? സ്വാധിഷ്ഠാനം, എന്താ പറയാ, മണിപൂരകം, അനാഹതം, ആ കയറാൻ ആ സാധകന് വരുന്ന ഒരു പ്രാക്ടിക്കൽ വേൾഡില്, മെറ്റീരിയൽ വേൾഡിൽ വരുന്ന എല്ലാ ശത്രുക്കളെയും കൊന്ന് അതായത് തന്റെ ആ ഹനുമാനെ പോലെ തന്നെ അത്രയും ഉയർന്ന തലം ആ അമ്മയുടെ. അതുകൊണ്ടാണ് ദേവി സർവ്വ സൈന്യാധിപയാക്കിയത്. മറ്റേ അമ്മയാണെങ്കിൽ, മറ്റേ ദേവി മാതങ്കിയാണെങ്കിൽ മന്ത്രവും വേണം. എന്ത് ചെയ്യണം? സൈന്യബലം, ശരീരത്തിന് ശക്തി വേണം, പ്രൊട്ടക്ഷൻ വേണം, അതിന് സത്യധർമ്മങ്ങൾ വേണം. അപ്പൊ ദേവി കൊടുത്തിരിക്കുന്നത് വാരാഹി ദേവിക്കാണ്. വാരാഹിയും ഹനുമാനും രണ്ടല്ല. നമുക്ക് ഇത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഈ പറഞ്ഞ എല്ലാം തത്വങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ആത്മാവിലോട്ടുള്ള യാത്രയാണ്. ഇതിനെയൊക്കെ ബാഹ്യമായിട്ടുള്ള പേരുകളും രൂപത്തിലും നാമരൂപങ്ങളെ വിട്ടിട്ട് അത് തത്വത്തിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഏതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ സാധനയ്ക്ക്, ആ സാധന അതിനെല്ലാം ഇതെന്താ ഒരു ആഡഡ് ഫാക്ടർ. നമുക്കൊരു അറിവ് കൊണ്ട് നമുക്ക് എന്താ അജ്ഞാനം മാറും. അജ്ഞാനവും വിക്ഷേപവും ഒക്കെ മാറി. ഈ രണ്ട് അജ്ഞാനത്തിന്റെ, ഈ രാവണനാകുന്ന അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ആവരണവും വിക്ഷേപവുമാണ്. എല്ലാം മറച്ചു വെച്ചിരിക്കുക. അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സീതാദേവിയെ, ആ ഭൂമി ദേവിയെ, വിദ്യാസ്വരൂപിണിയെ അവിദ്യയുടെ പിടിയിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ആ വിദ്യയെ എവിടെയുമായിട്ട് ചേർക്കണം? ആ പരബ്രഹ്മ തത്വമായിട്ടുള്ള ബ്രഹ്മതത്വത്തിൽ. അതായത് അവിദ്യാസ്വരൂപിണി ദേവി അവിദ്യാസ്വരൂപിണി എന്നാണ്. അവിദ്യയുടെ പിടിയിൽ നിന്ന് മാറ്റി അമ്മയെ തന്നെയാണ് ഈ മായയായിട്ട് അവിദ്യ ഉണ്ടാക്കണം എന്ന് അറിഞ്ഞിട്ടേ ഉപേക്ഷിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവിദ്യയാണെന്ന് അറിഞ്ഞ് അതിനെ ഉപേക്ഷിച്ചിട്ട് വിദ്യയാകുന്ന ആ സ്വരൂപത്തെ, നമ്മുടെ മനസ്സിനെ എവിടെ കൊണ്ട് ചേർക്കണം? ആ ബുദ്ധിയില്. ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയുടെ തല. അതാണ് ആനന്ദമയ ചക്രം. വിജ്ഞാനമയം ആനന്ദമയം ഒരുമിച്ച് പറയാം. അവിടെ ഇരിക്കുന്ന ആ തത്വത്തിലോട്ട് ചേർത്താൽ എന്താ? പൂർണ്ണമായിട്ടുള്ള ആനന്ദം, സന്തോഷം, സുഖം, എന്താ ഐശ്വര്യം, ഇതെല്ലാം ഒരു സാധകന്റെ തലത്തില് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രാമായണ കഥകളിലെ ഓരോ കഥാപാത്രവും നമുക്ക് വഴികാട്ടിയായിട്ടിരിക്കട്ടെ. അവരെല്ലാം നമ്മള് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട്, തള്ളേണ്ടത് തള്ളി. ആര് പറഞ്ഞാലും രാമായണത്തിന്റെ കഥ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, പല രീതിയിൽ എത്രയോ വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ സാധകന്റെ തലത്തിലുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ട് വേണ്ടാത്ത കരിമ്പില് ആ നീര് മാത്രം, അതാണ് ദേവിയുടെ കരിമ്പ് വില്ല്. ആ കരിമ്പ് വില്ല് നിക്ഷുകോദണ്ഡം, കരിമ്പ് വില്ല, അതില് ചണ്ടികളുണ്ട് ഒരുപാട്, മുട്ടുകളുണ്ട് ഒരുപാട്, അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ആ വേണ്ട മധുരം മാത്രം എടുത്ത് ആ മധുര സ്വരൂപിണിയായിട്ടിരിക്കുന്ന ആ പാദപത്മങ്ങളിൽ നമുക്ക് ചെല്ലാൻ വഴിയൊരുക്കട്ടെ എന്ന് ആ അമ്മയുടെ പാദത്തിൽ നിങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. നാളെ രാമായണ യാത്ര തുടരാൻ. ശ്രീ മാത്രേ നമഃ.